ഉമ്മയുടെ പ്രാർത്ഥനയെ നീ ഗൗരവത്തിൽ കാണണം. ഉമ്മയുടെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഉമ്മയുടെയും ബാപ്പിയുടെയും പ്രാർത്ഥന അത് ഒന്നിരിക്ക നല്ലതിന് വേണ്ടിയായിരിക്കാം, അതല്ലെങ്കിൽ ചീത്തതിന് വേണ്ടിയായിരിക്കാം. ഏതിനു വേണ്ടിയാണെങ്കിലും നിന്റെ ഉമ്മ നിനക്ക് വേണ്ടി ദുആ ചെയ്യുന്നത്, നിന്റെ പ്രിയപ്പെട്ട വാപ്പ നിനക്ക് വേണ്ടി ദുആ ചെയ്യുന്നത് നീ വളരെ അധികം പേടിയോടുകൂടി വേണം, വളരെയധികം ശ്രദ്ധയോടുകൂടി വേണം അതിനെ ഉൾക്കൊള്ളാൻ. കാരണം ജീവിതത്തിന്റെ വിജയവും പരാജയവും നമ്മുടെ ഉമ്മയിലാണ്. അതങ്ങനെയാണ്. ഉമ്മമാര് ജീവിച്ചിരിക്കുന്നവർക്കൊക്കെ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കളെ ഖബർ അല്ലാഹു സ്വർഗ്ഗമാക്കി കൊടുക്കട്ടെ. ആമീൻ റഹ്മതിക യാ അർഹമർ റഹീമീൻ. വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രിയപ്പെട്ട സ്വഹാബി ഇന്നലെ നമ്മൾ പറഞ്ഞു വെച്ചതിന്റെ ബാക്കി ഭാഗം ഇൻഷാ അല്ലാഹ് നമ്മൾ പറയും. മഹാനായ സയ്യിദന ബുഖാരി ഇമാം റളിയല്ലാഹുവിന്റെ ജീവിത ചരിത്രമാണ് ഇന്നലെ നമ്മൾ പറഞ്ഞു വെച്ചത്. അതിന്റെ ബാക്കി ഭാഗം ഇൻഷാ അല്ലാഹ് നമ്മൾ പറയും. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു പ്രിയപ്പെട്ട സ്വഹാബി വന്ന് ചോദിച്ചു, യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, എന്റെ ജീവിതത്തിൽ അല്ലാഹു എനിക്ക് ഒരുപാട് പരീക്ഷണങ്ങൾ തന്നിട്ടുണ്ട്. എന്റെ ജീവിതത്തിൽ അല്ലാഹു എനിക്ക് ഒരുപാട് സങ്കടങ്ങളെ, ദുഃഖങ്ങളെ, പ്രയാസങ്ങളെ, കണ്ണുനീരുകളെ പടച്ച തമ്പുരാൻ എനിക്ക് തന്നിട്ടുണ്ട്. ആ സങ്കടങ്ങളും ആ ദുഃഖങ്ങളും ആ പ്രതിസന്ധികളും ആ പ്രയാസങ്ങളും എല്ലാം അല്ലാഹു എനിക്ക് തന്നതാണല്ലോ എന്ന് ആലോചിക്കുമ്പോ ഞാൻ ക്ഷമിക്കാറുമുണ്ട്. പരീക്ഷണങ്ങളിലൊക്കെ നമ്മൾ ക്ഷമിക്കുന്നവരാവണം. പരീക്ഷണങ്ങളിലെല്ലാം നമ്മൾ ക്ഷമിക്കുന്നവരാവണം. ആ പരീക്ഷണങ്ങളിൽ ക്ഷമിച്ചു കഴിഞ്ഞാൽ അല്ലാഹു നമുക്ക് വലിയ പ്രതിഫലം തരുമെന്ന് തങ്ങളല്ലേ പറഞ്ഞത്. അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു വലിയ മാരകമായ രോഗത്തിലൂടെ പരീക്ഷണം കൊടുത്തപ്പോ ആ പരീക്ഷണത്തിൽ ക്ഷമിച്ച കാരണമുണ്ട് അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു വലിയ പ്രതിഫലം നൽകി. അല്ലാഹു വലിയ പ്രതിഫലം നൽകി. അറിവിനിലാവ് കാണുന്ന 10,000-ങ്ങളെ കടങ്ങളെ കൊണ്ട് അല്ലാഹു ചിലപ്പോൾ നമ്മൾ പരീക്ഷിക്കും. മക്കളെ അല്ലാഹു പരീക്ഷിക്കും. മക്കളെ തന്നിട്ട് അല്ലാഹു പരീക്ഷിക്കും. രോഗങ്ങൾ തന്നിട്ട് അല്ലാഹു പരീക്ഷിക്കും. എപ്പോഴും അസുഖങ്ങളാണ്, എപ്പോഴും രോഗങ്ങളാണ്, എപ്പോഴും വിഷമങ്ങളാണ്, എപ്പോഴും കണ്ണുനീരാണ്. തലവേദന മാറുന്ന സമയമില്ല, ഊരവേദന മാറുന്ന സമയമില്ല, വയറുവേദന മാറുന്ന സമയമില്ല. അസുഖങ്ങളും രോഗങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും ജീവിതത്തിൽ നിന്ന് മാറുന്ന ഒരു സമയം പോലും നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവായിട്ടില്ല. ഈ പരീക്ഷണങ്ങളിലൊക്കെ നമ്മൾ ക്ഷമിച്ചു കഴിഞ്ഞാൽ അല്ലാഹു നമുക്ക് വലിയ പ്രതിഫലം തരുന്നുണ്ട്. വലിയ പ്രതിഫലം അല്ലാഹു നമുക്ക് തരുന്നുണ്ട്. ഈ പ്രിയപ്പെട്ട സ്വഹാബി പറഞ്ഞു, തങ്ങളെ ഞാൻ ഒരുപാട് പരീക്ഷണത്തിന് ഉടമയാണ്. ഒരുപാട് പരീക്ഷണങ്ങൾ അല്ലാഹു എനിക്ക് രോഗം തന്നു, അസുഖങ്ങളെ തന്നു, കടങ്ങളെ തന്നു, പ്രതിസന്ധികളെ തന്നു. ആ പ്രയാസങ്ങളിലൊക്കെ ഞാൻ ക്ഷമിച്ചിട്ടുണ്ട്. എനിക്ക് അല്ലാഹു സ്വർഗ്ഗം തരുമോ? എനിക്ക് അല്ലാഹു സ്വർഗ്ഗം തരുമോ? നമ്മളൊക്കെ അല്ലാഹുവിനോട് എപ്പോഴും പറയുന്ന ഒരു വാക്കാണ്, റബ്ബേ നീ തന്ന കഷ്ടപ്പാട് ഞാൻ ക്ഷമിച്ചുകൊള്ളാം, നീ തന്ന പ്രയാസങ്ങളിൽ ഞാൻ ക്ഷമിച്ചുകൊള്ളാം, പക്ഷേ അതിന് പകരമായിട്ട് നീ എനിക്ക് സ്വർഗം നൽകണമെന്ന് നമ്മളൊക്കെ പടച്ച റബ്ബിനോട് എപ്പോഴും ദുആ ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് ഈ പ്രിയപ്പെട്ട സ്വഹാബി അല്ലാഹുവിന്റെ ഹബീബിന്റെ സമീപത്ത് വന്ന് പറഞ്ഞ ഒരേ ഒരു വാക്കുകൾ, യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, ഞാൻ അനുഭവിച്ച പരീക്ഷണങ്ങളിൽ ഞാൻ ക്ഷമിക്കുന്നുണ്ട്, എനിക്ക് അല്ലാഹു സ്വർഗ്ഗം തരുമോ എന്ന് ചോദിക്കുമ്പോൾ മദീനയിൽ പരന്നു കിടക്കുന്ന മഹാന്മാരായ സ്വഹാബത്തിനെ സാക്ഷിയാക്കിയിട്ട് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ മറുപടിയാണ് അറിവിന്നിലാവിന്റെ ഈ ലക്ഷക്കണക്കിന് മുഅ്മിനീങ്ങൾ ഒരുമിച്ച് കൂടി പ്രഭാഷണം കേൾക്കുമ്പോൾ രാജ്യത്തിന്റെ അകത്തും പുറത്തും ഇരുന്നുകൊണ്ട് അറിവിന്നിലാവെന്ന അത്ഭുതചാലിനെ പ്രതീക്ഷിച്ചുകൊണ്ട് ഈമാനോടെ, പ്രതീക്ഷയോടെ, പ്രാർത്ഥനയോടെ, കണ്ണുനീരോടെ ഇരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഒരു കുടുംബം മുഴുവനും അറിവിന്നിലാവിന്റെ കുടുംബങ്ങളായിട്ട് എന്റെ
ജീവിതത്തിൽ അല്ലാഹു എനിക്ക് തന്ന സൗഭാഗ്യമാണ് അറിവിൻ നിലാവെന്ന പ്രതീക്ഷയോടെ ആ സമയമാകുന്നതിന് മുമ്പ് എല്ലാ ഒരുക്കങ്ങളും ചെയ്തിട്ട് ഈ മജ്‌ലിസ് കാത്തിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളും കേൾക്കേണ്ട വിഷയമാണ് ഇന്നത്തെ വിഷയത്തിൽ ഞാൻ ആദ്യമായി പറഞ്ഞു തരുന്നത് മുത്തുനബി ആ സ്വഹാബിയോട് പറഞ്ഞ മറുപടിയാണ്. നബിയെ, ജീവിതത്തിൽ അല്ലാഹു എനിക്ക് തന്ന സങ്കടങ്ങളെ, ജീവിതത്തിൽ അല്ലാഹു എനിക്ക് തന്ന പ്രയാസങ്ങളെ, ജീവിതത്തിൽ അല്ലാഹു എനിക്ക് തന്ന പ്രതിസന്ധികളെ ഞാൻ പൂമാലകളെ പോലെ സ്വീകരിക്കുന്നുണ്ട് നബിയെ. ആ വിഷമങ്ങളിലും ആ പ്രതിസന്ധികളിലും ആ പ്രയാസങ്ങളിലും ഞാൻ ക്ഷമിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ സ്വലോക സ്വർഗം എനിക്ക് കിട്ടൂലേ എന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് മദീനയുടെ പുണ്യനാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മറുപടി പറയുകയാണ്, നിനക്കല്ലാഹു അതിനുള്ള പ്രതിഫലം തരുന്നതാണ് മോനെ. നിനക്കല്ല രോഗം തന്നില്ലേ, നിനക്കല്ല കടങ്ങളെ തന്നില്ലേ, നിനക്കല്ലാഹു കഷ്ടപ്പാട് തന്നില്ലേ, നിനക്കല്ലാഹു പ്രയാസങ്ങളെ പ്രതിസന്ധികളെ കണ്ണുനീരിന്റെ കനൽകെട്ടുകളെ നിന്റെ ജീവിതത്തിലേക്ക് പടച്ചു തമ്പരാ സമ്മാനമായി തന്നില്ലേ. ഒന്നിന് പിറകെ ഒന്നായിട്ട്, ഒന്നിന് പിറകെ ഒന്നായിട്ട്, ഒരു രോഗത്തിന് പിറകെ ഒരു രോഗമായിട്ട്. നമ്മൾ പറയൂലേ ഉസ്താദേ, എന്റെ തലവേദന മാറിയാ പിന്നെ എനിക്ക് പനിയാണ്, എന്റെ പനി മാറിയാ പിന്നെ എനിക്ക് തലവേദനയാണ്, രണ്ടും മാറിയാ പിന്നെ വയറുവേദനയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെ പരാതി പറയാറില്ലേ? ആലോചിച്ചിട്ടുണ്ടോ ചെറുപ്പക്കാരാ, ഈ അസുഖങ്ങളെല്ലാം പടച്ചു തമ്പുരാ നമുക്ക് നൽകുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഈ രോഗങ്ങളെല്ലാം അല്ലാഹു നമുക്ക് തരുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? അത് അല്ലാഹുവിന്റെ ഇഷ്ടം നമുക്ക് ലഭിച്ചത് കൊണ്ടാണ്, അത് അല്ലാഹുവിന്റെ സ്നേഹം നമുക്ക് ലഭിച്ചത് കൊണ്ടാണ്. ഇല്ല നബിയേ, പനിയെ ചീത്ത പറയല്ല നബിയേ, രോഗത്തെ ചീത്ത പറയല്ല നബിയേ, അസുഖത്തെ ചീത്ത പറയല്ലേ നബിയേ. ഒരു അസുഖം ഞാൻ തന്നാൽ അതിനെ ചീത്ത പറയാൻ പാടില്ല. അങ്ങനെ ചീത്ത പറയുമായിരുന്നുവെങ്കിൽ പറയണമായിരുന്നു. മഹാനായ നബിയുല്ലാഹി അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹു രോഗം കൊടുത്ത പരീക്ഷിച്ച നബിയല്ലേ, അല്ലാഹു കഷ്ടപ്പാട് കൊടുത്ത പരീക്ഷിച്ച നബിയല്ലേ. കഷ്ടപ്പാടുകളെ, പ്രതിസന്ധികളെ, ദുഃഖഭാരങ്ങളെ ജീവിതത്തിൽ മരണം വരെ ഏറ്റി നടന്ന പ്രവാചകനാണ് മഹാനായ നബിയുല്ലാഹി അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. ആ പ്രവാചകന്റെ ജീവിതം തങ്ങൾക്ക് മാതൃകയാവണം നബിയേ. ഈ പ്രിയപ്പെട്ട സ്വഹാബി പ്രവാചകന്റെ മുമ്പിൽ വന്ന് പറയാണ്, നബിയേ, എനിക്കല്ലാഹു ഒരുപാട് കണ്ണീര് തന്നു, എനിക്കല്ലാഹു ഒരുപാട് സങ്കടങ്ങൾ തന്നു, എനിക്കല്ലാഹു ഒരുപാട് ദുഃഖങ്ങൾ തന്നു. ഞാൻ നമസ്കരിക്കുന്നുണ്ടല്ലോ, ഞാൻ നോമ്പെടുക്കുന്നുണ്ടല്ലോ, ഞാൻ ഖുർആൻ ഓതുന്നുണ്ടല്ലോ, എന്നിട്ടും എന്തേ ഈ സങ്കടങ്ങൾ അല്ലാഹു എനിക്ക് മാത്രം തന്നത്? മോനെ, അങ്ങനെ നീ ചിന്തിക്കാൻ പാടില്ല. അത് അല്ലാഹു നിന്നെ ഇഷ്ടപ്പെട്ടതിന്റെ അടയാളമാണ്. ഇഷ്ടപ്പെട്ടവർക്കാണ് അല്ലാഹു കടങ്ങൾ നൽകുന്നത്. അല്ലാഹു ഇഷ്ടപ്പെടുന്നവർക്കാണ് അല്ലാഹു ഒന്നിനു പിറകെ ഒന്നായിട്ട് പരീക്ഷണങ്ങൾ നൽകുന്നത്. നിങ്ങളെ, നിങ്ങളാ ഇഷ്ടപ്പെട്ടവരിൽ പെട്ടവരാണ്. നിങ്ങൾക്ക് പ്രയാസങ്ങളുണ്ടോ? നിങ്ങൾക്ക് കണ്ണുനീരുണ്ടോ? സുഖമില്ലാത്തൊരു ജീവിതമാണ് ഈ ദുനിയാവിൽ അല്ലാഹു നിങ്ങൾക്ക് തന്നതെങ്കിൽ ഒരിക്കലും മനസ്സിന്റെ അകത്ത് ടെൻഷൻ അടിക്കേണ്ട പൊന്നുമോളെ, ഒരിക്കലും മനസ്സിന്റെ അകത്ത് വിഷമം കൊടുക്കേണ്ട ഉമ്മമാരെ, ഒരിക്കലും ഹൃദയത്തിന്റെ അകത്ത് അല്ലാഹു എനിക്കത് തന്നല്ലോ എന്ന ചിന്ത വേണ്ട വാപ്പാ, എന്ന ചിന്ത വേണ്ട ചെറുപ്പക്കാരാ, എന്ന ചിന്ത വേണ്ട ഈമാനുള്ള കുടുംബങ്ങളെ. അല്ലാഹു ഇഷ്ടപ്പെട്ടത് കൊണ്ട് തരുകയാണ്, അത് അല്ലാഹു നമ്മെ സ്നേഹിച്ചത് കൊണ്ട് തരുകയാണ്. ആ ഹദീസ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുകയാണ്. എന്നിട്ട് ആ സ്വഹാബി മുത്തുനബിയോട് വന്ന് പറഞ്ഞു, നബിയേ, റബ്ബ് തന്ന പരീക്ഷണങ്ങളിലെല്ലാം ഞാൻ ക്ഷമിച്ചിട്ടുണ്ട്, എനിക്കല്ലാഹു സ്വർഗം തരൂലേ, എനിക്കല്ലാഹു സ്വർഗം തരൂലേ, എനിക്കല്ലാഹു സ്വർഗം തരൂലേ. കാരണം ക്ഷമിച്ചു കഴിഞ്ഞാൽ
ഇന്നല്ലാഹ മഅസ്സാബിരീൻ. ക്ഷമിക്കുന്നവരുടെ കൂടെ റബ്ബുണ്ട് എന്നാണ്. ക്ഷമിക്കുന്നവരുടെ കൂടെ അല്ലാഹു ഏത് സമയത്തും ഉണ്ട് എന്നാണ്. അതുകൊണ്ട് അല്ലാഹുവിനക്ക് സ്വർഗം തരൂലേ തങ്ങളെ? ഈ രോഗങ്ങളിലെല്ലാം ക്ഷമിച്ച കാരണം കൊണ്ട് അല്ലാഹുവിനക്ക് സ്വർഗം തരൂലേ എന്ന് ഈ പ്രിയപ്പെട്ട സ്വഹാബി വന്ന മുത്തുനബിയോട് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സ്വലാത്ത് വരട്ടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കുഞ്ഞുമക്കളൊക്കെ നല്ല ശബ്ദത്തിൽ ചൊല്ലണം. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മറുപടി പറയുകയാണ്, ആ പരീക്ഷണങ്ങളിൽ ക്ഷമിച്ചതിന് അല്ലാഹു നിനക്ക് സ്വർഗം തരണോ? സ്വർഗം തരുമെന്ന് ഉറപ്പ് പറയണമെങ്കിൽ അല്ലാഹു നിന്നോടൊരു കാര്യം കൂടി പറയുന്നുണ്ട് മോനെ. എന്റെ പ്രിയപ്പെട്ട പൊന്നാരകുമ്മ, നിന്റെ ഹൃദയത്തിന്റെ അകത്ത് ഉദരത്തിന്റെ അകത്ത് 10 മാസം പ്രതിസന്ധികളും പ്രയാസങ്ങളും കണ്ണുനീരുകളും വിശപ്പുകളും പട്ടിണികളും സങ്കടങ്ങളും അനുഭവിച്ചുകൊണ്ട് ആ ഉദരത്തിന്റെ അകത്ത് നിന്നെ കൊണ്ട് നടന്ന നിന്റെ പ്രിയപ്പെട്ട പുന്നാര ഉമ്മ, നിനക്കൊരു തണലായി മാറിയ നിന്റെ പ്രിയപ്പെട്ട വാപ്പ, ആ പാപ്പയുടെയും ഉമ്മയുടെയും പ്രാർത്ഥന നിന്റെ കൂടെയുണ്ടോ സ്വഹാബ? നിന്റെ കൂടെയുണ്ടോ സ്വഹാബ? സ്വർഗം നിനക്കാണ് മോനെ, സ്വർഗം നിനക്കാണ് മോനെ, സ്വർഗം നിനക്കാണ് മോനെ, സ്വർഗം നിനക്കാണ് മോനെ. ഇല്ല ചെറുപ്പക്കാരാ, ഉമ്മയുടെ പ്രാർത്ഥന കൂടെയുണ്ടെങ്കിലേ കത്തിയാളെന്ന നരകത്തിന്റെ മുകളിൽ വലിച്ചു കെട്ടിയ സിറാത്ത് പാലത്തിൽ നിന്ന് നിന്റെ കാലിന് അല്ലാഹു വഴിപിഴപ്പിക്കൂല പൊന്നുമോനെ. പരലോകത്ത് പരാജയപ്പെട്ടുകൊണ്ട് ഒരു വിഭാഗത്തെ അല്ലാഹു നരകത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുമ്പോ ചെമ്പ് വഴിപ്പിച്ചതറിയാകുന്ന പരലോകത്ത് മാലാഖമാര് വന്ന് മനുഷ്യരെ വിചാരണ ചെയ്യുമ്പോ കള്ളുകുടിയന്മാരെ, പെണ്ണുപിടിയന്മാരെ, സിനിമ കാണുന്നവരെ, സീരിയല് കാണുന്നവർ, മറ്റുള്ളവരുടെ സ്വത്തെടുത്തവരെ, അതിർത്തർക്കത്തിന്റെ പേര്, സ്വത്തിന്റെ പേര്, മറ്റുള്ളവനെ കൊല്ലാനെ കൊട്ടേഷൻ കൊടുത്തവരെ, കൊട്ടെടുത്തവരെ, ഗീബത്ത് പറഞ്ഞവരെ, നമീമത്ത് പറഞ്ഞവരെ, ഫസാദ് പറഞ്ഞവരെ എല്ലാം അല്ലാഹുവിന്റെ ലോകത്ത് വെച്ച് വിചാരണ ചെയ്യുന്ന പരലോകമില്ലേ? ആ പരലോകത്തെ നിന്നെ അല്ലാഹു പരാജയപ്പെടാതെ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഈ ദുനിയാവിൽ നിന്ന് നിന്റെ ഉമ്മയുടെ പ്രാർത്ഥന നിന്റെ കൂടെ വേണം പ്രിയപ്പെട്ട സ്വഹാബ. ആ പരലോകത്തെ പരാജയപ്പെട്ടു പോവാതിരിക്കാൻ നിന്റെ വാപ്പാന്റെ പ്രാർത്ഥന നിന്റെ കൂടെയുണ്ടാവണം സ്വഹാബ. ആ പ്രാർത്ഥനയാണ് മോനെ, ആ പ്രാർത്ഥന മാത്രമാണ് മോനെ, ആ പ്രാർത്ഥന മാത്രമാണ് മോനെ നിന്റെ ജീവിതത്തിന്റെ എല്ലാ വിജയമെന്ന് മദീനയിലെ പൂത്തിങ്കളെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ ഹബീബ് ആ പ്രിയപ്പെട്ട സ്വഹാബിയുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ്. എന്താ ചോദ്യം? നബിയെ, താങ്കൾ പറഞ്ഞതാണല്ലോ വിഷമങ്ങളിലൊക്കെ ക്ഷമിക്കുന്നവർക്ക് സ്വർഗ്ഗമുണ്ട്. ഞാൻ എത്രയോ വിഷമങ്ങൾ സഹിച്ചവരാണ്, എത്രയോ സങ്കടങ്ങൾ ഞാൻ സഹിച്ചവരാണ്. അപ്പൊ സ്വർഗ്ഗം എനിക്കല്ലേ നബിയെ? ആ പ്രിയപ്പെട്ട സ്വഹാബിയോട് പറഞ്ഞത് സംഗതിക്ക് ശരിയാണ്, സ്വർഗ്ഗം ക്ഷമിക്കുന്നവർക്ക് തന്നെയാണ്, അതിലൊന്നും സംശയമില്ല. പക്ഷേ നിന്റെ ഉമ്മയുടെ പ്രാർത്ഥന നിനക്കുണ്ടോ? എന്നാ നിനക്ക് സ്വർഗ്ഗമുണ്ട് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ക്ഷമിക്കുന്നവർക്ക് അല്ലാഹു സ്വർഗ്ഗം കൊടുക്കും. ഇന്നല്ലാഹ മഅസ്സാബിരീൻ. അല്ലാഹു പ്രത്യേകം എടുത്തു പറഞ്ഞതാണ്. നിങ്ങൾ നിസ്കരിച്ചോളി, നിസ്കരിക്കുന്നവരുടെ കൂടെ ഞാനുണ്ട് എന്ന് അല്ലാഹു എടുത്തു പറഞ്ഞിട്ടില്ല. എന്ന് പറഞ്ഞാൽ നിസ്കരിക്കണ്ട, അങ്ങനെയല്ല. നോമ്പെടുക്കുന്നവരുടെ കൂടെ ഞാനുണ്ട് എന്ന് അല്ലാഹു എടുത്തു പറഞ്ഞിട്ടില്ല. നോമ്പെടുത്താ സ്വർഗ്ഗമുണ്ട്, നോമ്പ് ഒഴിവാക്കിയാ തെറ്റുണ്ട്. പക്ഷേ എന്തോ അല്ലാഹു ക്ഷമിക്കുന്നവരുടെ കൂടെ ഞാനുണ്ട് എന്ന് അല്ലാഹു എടുത്തു പറഞ്ഞു. ഇന്നല്ലാഹ മഅസ്സാബിരീൻ. നമ്മൾ പറയും, ഉസ്താദേ നിങ്ങൾ ഉമ്മയെ കുറിച്ച് പറയുന്നതൊക്കെ ശരിയാണ്, നിങ്ങൾ ബാപ്പയെ കുറിച്ച് പറയുന്നതൊക്കെ ശരിയാണ്. പക്ഷെ എന്റെ ഉമ്മ, എന്റെ ഉമ്മ അങ്ങനെയാണ്, എന്റെ ബാപ്പ ഇങ്ങനെയാണ്. നമ്മൾ പലരും പറയുന്ന പരാതിയാണ് ഉമ്മയോട് പിണക്കാം, ബാപ്പയോട് പിണക്കാം. ഉമ്മയുടെ കൂടെ ആയിരിക്കും ചിലപ്പോ 100% തെറ്റ്, ബാപ്പയുടെ കൂടെ ആയിരിക്കും 100%. അതിലെല്ലാം ക്ഷമിച്ച് ഉമ്മയുടെ പൊരുത്തം വാങ്ങുന്നിടത്താണ് നിന്റെ വിജയം.
മുത്തുനബി ഉമ്മയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു സ്വഹാബി ചോദിച്ചില്ലേ നബിയെ, എന്റെ ഉമ്മ വലിയ ദേശക്കാരിയാണ്. അള്ളാഹുവിന്റെ ഹബീബ് മറുപടി പറഞ്ഞത് എന്താ? അത് നിനക്ക് അള്ളാഹു തന്ന പരീക്ഷണമാണ്. നിന്റെ ഉമ്മയുടെ സ്വഭാവത്തെ മോശമാക്കിയിട്ട് അള്ളാഹു നിന്നെ പരീക്ഷിക്കും. പക്ഷെ ആ പരീക്ഷണത്തിൽ പരാജയപ്പെടരുത്. നിന്റെ ബാപ്പച്ചിയുടെ സ്വഭാവം മോശമാക്കിയിട്ട് അള്ളാഹു നിന്നെ പരീക്ഷിക്കും. ആ പരീക്ഷണത്തിൽ പരാജയപ്പെടരുത്. അങ്ങനെയാണ്. ഞങ്ങളെ ഭർത്താവിന്റെ സ്വഭാവം മോശമാക്കിയിട്ട് അള്ളാഹു പരീക്ഷിക്കും. അതിലും പരാജയപ്പെടരുത്. ഭാര്യയുടെ സ്വഭാവം മോശമായിട്ട് അള്ളാഹു പരീക്ഷിക്കും. അതിലും പരാജയപ്പെടരുത്. അള്ളാഹു നമ്മെ സ്വലാഹിയത്തിന്റെ ഉടമകളിൽ അള്ളാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. ഉമ്മയുടെ പ്രാർത്ഥന വാപ്പയുടെ പ്രാർത്ഥനയാണ്. അള്ളാഹുവേ, ഞങ്ങൾ ഉമ്മമാർക്കും ബാപ്പമാർക്കും നീ ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്, നീ ആഫിയത്ത് കൊടുക്കണേ റഹ്മാനേ. അവരുടെ കുരുത്തവും അവരുടെ പൊരുത്തവും ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ഉമ്മയുടെ പ്രാർത്ഥന കിട്ടിയാൽ എന്താ? ജീവിതത്തിൽ വിജയം ഉണ്ടാവില്ലേ? നോക്കാം നമുക്ക്. ഉമ്മയുടെ പ്രാർത്ഥന കിട്ടിയവരൊക്കെ ജീവിതത്തിൽ വിജയിച്ചിട്ടുണ്ട്. ബാപ്പയുടെ പ്രാർത്ഥന കിട്ടിയവരെല്ലാം ജീവിതത്തിൽ വിജയിച്ചിട്ടുണ്ട്. ചരിത്രം മുഴുവൻ അങ്ങനെയാണ്. ചരിത്രം മുഴുവനും അങ്ങനെ തന്നെയാണ്. പ്രിയപ്പെട്ട ഉമ്മയുടെ, പ്രിയപ്പെട്ട വാപ്പയുടെ പൊരുത്തവും ഇഷ്ടവും സ്നേഹവും ലഭിച്ചവർ മുഴുവനും ജീവിതത്തിൽ വിജയിച്ചിട്ടുണ്ട്. അറിയില്ലേ നിങ്ങൾക്ക്, ഇന്നലെ ഞാൻ പറഞ്ഞു തന്നതാണ് ബഹുമാനപ്പെട്ട മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു. ഇമാം ബുഖാരി റളിയല്ലാഹുവിന്റെ ചരിത്രം ഇന്നലെ നമ്മൾ പറഞ്ഞതാണ്. ബുഖാരി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട പുന്നാര ഉമ്മ. ചരിത്രം നല്ലവണ്ണം ശ്രദ്ധിക്കണം. നമ്മളെ എത്രയോ തവണയായിട്ട് ബുഖാരി ഇമാം റളിയല്ലാഹു അൻഹു പ്രിയപ്പെട്ട ഉമ്മയുടെ പ്രാർത്ഥനയാണ്, റബ്ബേ എനിക്കൊരു തങ്കക്കുടത്തെ നീ തരണേ അല്ലാഹ്, ഒരു പൊന്നുമോനെ എനിക്ക് തരണമല്ലാഹ്, ഒരു സ്വാലിഹായ കുഞ്ഞിനെ നീ എനിക്ക് തരണേ അല്ലാഹ്. ബുഖാരി ഇമാം റളിയല്ലാഹു അൻഹു പ്രിയപ്പെട്ട പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് അല്ലാഹു ബുഖാരി എന്ന പൊന്നുമോൻ അല്ലാഹു കനിഞ്ഞു നൽകിയത്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ജനിക്കുന്ന സമയത്ത് രണ്ട് കണ്ണിനും കാഴ്ചയില്ലായിരുന്നു. ആ ചരിത്രം ഇന്നലെ പറഞ്ഞതായിരുന്നു നമ്മളെ. രണ്ട് കണ്ണിനും അല്ലാഹു ബുഖാരി ഇമാം എന്ന കുഞ്ഞുമോനെ കണ്ണിന് കാഴ്ച കൊടുത്തിട്ടില്ലായിരുന്നു. ആരുടെ ചരിത്രമാണ് പറയുന്നത്? ചെറുപ്പക്കാരാ, നമ്മുടെ എല്ലാമായ പരിശുദ്ധമായ ഖുർആൻ കഴിഞ്ഞാൽ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ ലോകം മുഴുവനും അംഗീകരിക്കുന്ന ഏറ്റവും വലിയ ഗ്രന്ഥമാണ് സ്വഹീഹുൽ ബുഖാരി വ സ്വഹീഹുൽ മുസ്ലിം. ആ ബുഖാരി ഇമാം റളിയല്ലാഹു അൻഹു ലോക പ്രശസ്തരായ വലിയ ഇമാമാണ്, പണ്ഡിതരാണ്. ആ ബുഖാരി ഇമാമിന്റെ ജീവിതത്തിന് അല്ലാഹു നൽകിയ വിജയത്തിന്റെ പിന്നിലുള്ള രഹസ്യം അത് ദുആഉൽ ഉമ്മി, എന്റെ ഉമ്മയുടെ പ്രാർത്ഥനയാണ്. എന്റെ ഉമ്മയുടെ, എന്റെ ബാപ്പയുടെ, എന്റെ പിന്നാന ഉമ്മയുടെ പ്രാർത്ഥനയാണ്. ജനിച്ച സമയത്ത് കണ്ണിന് അല്ലാഹു കാഴ്ച കൊടുത്തിട്ടില്ല. ജനിച്ച സമയത്ത് കണ്ണിന് അല്ലാഹു കാഴ്ച കൊടുത്തിട്ടില്ല. പക്ഷേ ആ പ്രിയപ്പെട്ട ഉമ്മ സങ്കടം പറഞ്ഞില്ല. എത്ര മക്കളാണ് ജനിക്കുമ്പോ കണ്ണിന് കാഴ്ചയില്ലാത്തവരെ ഇന്നും ഇവിടെ കൊണ്ടുവന്നിരുന്നു. ഒരു ചെറിയ കുഞ്ഞുമോനെ, അല്ലാഹുവേ രണ്ട് കാതിനും കേൾവി കുറവാണ് ഉസ്താദേ. വളരെ സങ്കടത്തോടെ കരഞ്ഞുകൊണ്ട് പറയാണ്, 1 വയസ്സായി എന്റെ കുഞ്ഞുമോന് രണ്ട് കാതുകൾക്ക് കേൾവി കുറവാണ്. ഡോക്ടർമാരെ പ്രയാസം പറഞ്ഞിട്ടുണ്ട്. ഇല്ല, മടവൂർ ശൈഖുനാന്റെ ബർക്കത്ത് കൊണ്ട് ഈ അറിവിൻ നിലാവിൽ ലക്ഷക്കണക്കിന് മുഅ്മിനീങ്ങൾ ആമീൻ പറയുന്ന നിന്റെ ബർക്കത്ത് കൊണ്ട് ആ കുഞ്ഞുമോന്റെ കേൾവി നീ അങ്ങ് ശരിയാക്കി കൊടുക്കുക അല്ലാഹ്, നീ അങ്ങ് ശരിയാക്കി കൊടുക്കണേ റബ്ബേ. സംസാരിക്കാത്ത മക്കളുണ്ട്, സംസാരം ക്ലിയർ ആവാത്ത മക്കളുണ്ട്, സംസാരത്തിൽ വിക്ക് വരുന്ന മക്കളുണ്ട്, സംസാരത്തിൽ സംസാരം തിരിയാതെ വിഷമം വരുന്ന മക്കളുണ്ട്. അല്ലാഹുവേ, അവരെ സംസാരം നീ ശരിയാക്കി കൊടുക്കണേ റഹ്മാനെ. മന്ദബുദ്ധിയെല്ലാം ശരിപ്പെടുത്തണമല്ലാ. ഞങ്ങളെ മക്കളെ വാശി നീ മാറ്റി തരണേ റഹ്മാനെ. അറിവിൻ നിലാവിന്റെ പൂമ്പാറ്റ മക്കളാണ്
മക്കളാണ് ഞങ്ങളെ മക്കള്. ആ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ റബ്ബേ. നമുക്ക് സങ്കടം വരൂലേ ചെറുപ്പക്കാരാ, നമുക്ക് സങ്കടം വരൂലേ പെങ്ങളെ? 10 മാസം ഉദരത്തിനകത്ത് കൊണ്ട് നടന്ന കുഞ്ഞിന് അല്ലാഹു കണ്ണിന് കാഴ്ച കൊടുത്തിട്ടില്ലെങ്കിൽ എത്ര വലിയ സങ്കടമാണ്. ആ കുഞ്ഞിന് അല്ലാഹു നടക്കാനുള്ള കഴിവ് കൊടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് വലിയ സങ്കടമാണല്ലോ. നിങ്ങളെ കുഞ്ഞിന് അല്ലാഹു അംഗവൈകല്യങ്ങളെ കൊടുത്താല് നിങ്ങളെ മനസ്സ് പിടക്കൂലേ പെങ്ങളെ? അറിവിന്ദിലാവനിലെ എത്രയോ കുഞ്ഞുമക്കളുണ്ടങ്ങനെ. എത്ര മക്കളെയാണ് ഈ സദസ്സിൽ കൊണ്ടുവന്നിട്ടുള്ളത്? ഹാർട്ടിന് ബ്ലോക്കാണ് ഉസ്താദേ, ഹാർട്ടിന് ഹോൾസാണ് ഉസ്താദേ. ഒരു കിഡ്നി മാത്രമുള്ള പൊന്നുമോനെ ഇവിടെ സദസ്സിൽ കൊണ്ടുവന്നിരുന്നു. എത്ര മക്കളാണ്, എത്ര സന്താനങ്ങളാണ്, എത്ര കുഞ്ഞുമക്കളാണ്. പ്രായത്തിനനുസരിച്ച് തൂക്കമില്ലാതെ വിഷമിക്കുന്ന മക്കളുണ്ട് റബ്ബേ. ശരീരത്തിന്റെ 4 ഭാഗത്തും രോഗങ്ങൾ വന്നുകൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. തിരുവനന്തപുരം RCCയിൽ നിന്ന് വരെ നിങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞ് മടക്കിയ ചെറിയ മക്കളെ ഈ അറിവിന്ദിലാവിന്റെ നിലാമുറ്റെത്തിച്ച മാതാപിതാക്കൾ കൊണ്ടുവന്നിട്ടുണ്ട്. അവർ പ്രതീക്ഷയിലാണ് കൊണ്ടുവന്നത്. ശിഫ കൊടുക്കണമല്ലോ. എത്രയോ ആളുകൾക്ക് ശിഫ കൊടുത്തു തമ്പുരാനെ, എത്രയോ ആളുകൾക്ക് മാറ്റങ്ങൾ കൊടുത്തു തമ്പുരാനെ. അസ്ഹാബുൽ ബദറിന്റെ ബർക്കത്ത് കൊണ്ട്, മടവൂര് ശൈഖുനാന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾ ഇനി ചരിത്രം പറയാൻ പോകുന്ന ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഹഖ്ജാഹ് ബർക്കത്ത് കൊണ്ട് നീ കാമിലായ ശിഫ നീ കൊടുക്കണേ റഹ്മാനേ. മക്കൾക്ക് അംഗവൈകല്യങ്ങൾ വന്ന് രക്ഷിതാക്കൾ സങ്കടപ്പെടണ്ട. നിങ്ങളെ കുഞ്ഞിനെ പോലെ ആരും ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു കുഞ്ഞുമോനായ സമയത്ത് 2 കണ്ണിനും കാഴ്ചയില്ല. 2 കണ്ണിനും അല്ലാഹു കാഴ്ച നൽകിയിട്ടില്ല. പക്ഷേ ആ ഉമ്മയുടെ മനസ്സ് തകർന്നില്ല. ഉമ്മ ഉടനെ പറഞ്ഞത് അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. എന്റെ പൊന്നുമോനെ, നീ എനിക്ക് തന്ന ഈ തങ്കക്കുടത്തിന് നീ കാഴ്ച തരുകയാണെങ്കിൽ എനിക്ക് സന്തോഷമാണ് റബ്ബേ. അല്ലാഹുവേ, നിന്നോട് എനിക്ക് പരാതിയില്ല. കാരണം എന്താണ്? ഈ കുഞ്ഞുമോന്റെ കണ്ണ് ഞങ്ങൾ നിന്നോട് ചോദിക്കാതെ നീ തന്നതാണ്. നമ്മുടെ കണ്ണുകൾ അല്ലാഹു നമ്മളെ ചോദിക്കാതെ പടച്ച റബ്ബ് നമുക്ക് തന്നതാണ്. നമ്മളെ ചോദിക്കാതെ തന്നതാണ് കണ്ണിന്റെ കാഴ്ചകള്. നമ്മളെ ചോദിക്കാതെ തന്നതാണ് സംസാരിക്കാനുള്ള നാവ്. നമ്മളെ ചോദിക്കാതെ തന്നതാണ് ശരീരത്തിലുള്ള മുഴുവൻ അവയവങ്ങളുമല്ല. അതുകൊണ്ട് റബ്ബേ, ഈ ബുഹാരി അമ്മ കുഞ്ഞുമോനെ നീ ഖൈറാണെങ്കിൽ കണ്ണിന്റെ കാഴ്ച കൊടുക്കണമല്ലാ എന്ന് പറഞ്ഞിട്ട് ബുഹാരി മാമന്റെ പ്രിയപ്പെട്ട പൊന്നാര ഉമ്മ ദുആ ചെയ്യുകയാണ്. ആരാ ദുആ ചെയ്യുന്നതെന്നറിയോ? ആരാ ദുആ ചെയ്യുന്നതെന്നറിയോ? ഒരു പ്രിയപ്പെട്ട പൊന്നാര ഉമ്മ ദുആ ചെയ്യുകയാണ്. അല്ലാഹുവേ, എന്റെ പൊന്നുമോനെ കണ്ണിന് നീ കാഴ്ച കൊടുക്കണമല്ലാ. ഒരു ഉമ്മ ദുആ ചെയ്താൽ അല്ലാഹു ഉത്തരം കൊടുക്കാതിരിക്കില്ല. ഒരു ഉമ്മ ദുആ ചെയ്താൽ അല്ലാഹു ഉത്തരം കൊടുക്കാതിരിക്കില്ല. അന്ന് രാത്രിയാണ് ബുഖാരി ഇമാം റളിയല്ലാഹു അൻഹു പ്രിയപ്പെട്ട ഉമ്മ കിടന്നുറങ്ങുമ്പോ, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പ്രിയപ്പെട്ട ഉമ്മ കിടന്നുറങ്ങുമ്പോ അല്ലാഹുവേ സ്വപ്നത്തിലൂടെ കടന്നു വരികയാണ് മഹാനായ നബിയുല്ലാഹി ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. ബുഖാരി ഇമാം റളിയല്ലാഹു അൻഹു പ്രിയപ്പെട്ട ഉമ്മ കിടന്നുറങ്ങുമ്പോ ആ ഉറക്കത്തിലതാ കടന്നു വരുന്ന ഖലീലുല്ലാഹി നബിയുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം സ്വപ്നത്തിലൂടെ കടന്നു വന്നിട്ട് പറയുകയാണ്, കരയണ്ട മോളെ, സങ്കടപ്പെടേണ്ട പെണ്ണേ, സങ്കടപ്പെടേണ്ട പെണ്ണേ, നിനക്കല്ലാഹു തന്ന തങ്കക്കുളത്തിന്, നിനക്കല്ലാഹു തന്ന കുഞ്ഞുമോനെ, നിനക്കല്ലാഹു തന്ന പൊന്നുമോനെ, ആ പൊന്നുമോനെ അല്ലാഹു കാഴ്ച തരുന്നതാണ് മോളെ. ആ
പൊന്നുമോൻ അല്ലാഹു കാഴ്ച തരുന്നതാണ് മോളെ. ആ പൊന്നുമോനെ പടച്ച തമ്പുരാൻ കാഴ്ച തരുന്നതാണ് മോളെ. ബുഖാരി ഇമാം റളിയല്ലാഹു അൻഹു പ്രിയപ്പെട്ട ഉമ്മ ഉറക്കത്തിൽ ഇബ്രാഹിം നബിയെ കാണുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്നിട്ട് പറയുകയാണ്, നിന്റെ കുഞ്ഞിന് അല്ലാഹു കാഴ്ച നൽകുന്നുണ്ട്. പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണരുകയാണ് പ്രിയപ്പെട്ട ഉമ്മ. തന്റെ അരികത്ത് കിടക്കുന്ന തങ്കക്കുടമാകുന്ന ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിനെ രണ്ട് കൈകളിൽ വാരിയെടുക്കുകയാണ്. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. അത്ഭുതമാണ്. തന്റെ ജീവിതത്തിലേക്ക് പൊന്നുമോനെ തിരിച്ചു വന്നിരിക്കുകയാണ്. രണ്ട് കണ്ണിന് കാഴ്ചയില്ലാത്ത പൊന്നുമോനല്ലേ. പ്രസവിച്ചപ്പോ രണ്ട് കണ്ണിനും അല്ലാഹു കാഴ്ച കൊടുത്തിട്ടില്ലല്ലോ. പക്ഷേ ഇബ്രാഹിം നബി ഉറക്കത്തിൽ വന്ന് നിന്റെ പൊന്നുമോനെ കാഴ്ച കൊടുക്കുമെന്ന് പറഞ്ഞപ്പോ ആ പ്രാർത്ഥനയുടെ ഫലമായിട്ട് എന്റെ പൊന്നുമോന്റെ കണ്ണുകളിലേക്ക് ഞാൻ നോക്കിയപ്പോ അൽഹംദുലില്ലാഹ്, എന്റെ പൊന്നുമോൻ അല്ലാഹു കണ്ണിന്റെ കാഴ്ച കൊടുത്തു. അല്ലാഹ്, എന്റെ പൊന്നുമോനെ കണ്ണുകൾക്ക് അല്ലാഹു കാഴ്ച കൊടുത്തിരിക്കുന്നു. അല്ലാഹ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. ആ പ്രിയപ്പെട്ട ഉമ്മ ഇങ്ങനെ കരയുകയാണ്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു കണ്ണിനെ കാഴ്ച കിട്ടാൻ കാരണം എന്തെന്നറിയോ? അറിവിന്നിലാവ് കേൾക്കുന്ന ലക്ഷക്കണക്കിന് ഉമ്മമാരോട് പറയുകയാണ്, പെങ്ങളെ, ഉമ്മയുടെ പ്രാർത്ഥനയാണ്, ഉമ്മയുടെ പ്രാർത്ഥനയാണ്, ഉമ്മയുടെ പ്രാർത്ഥനയാണ്. നിനക്ക് ഉമ്മാടെ പ്രാർത്ഥനയെ വിലയില്ലല്ലേ? നിനക്ക് ഉമ്മാടെ പ്രാർത്ഥന വില കാണിച്ച് കാണുന്നില്ലല്ലോ. ഉമ്മയോട് ദുആ ചെയ്യിപ്പിക്കാൻ മടി കാണിക്കുന്ന ചെറുപ്പക്കാരാ, ബാപ്പയോട് ദുആ ചെയ്യിപ്പിക്കാൻ മടി കാണിക്കുന്ന ചെറുപ്പക്കാരാ, ആ ഉമ്മയുടെ പ്രാർത്ഥനയാണ് വിലപ്പെട്ട തങ്കനിധി എന്ന് നമ്മൾ മറക്കല്ലേ. ആ ബാപ്പയുടെ പ്രാർത്ഥനയാണ് ഈ ദുനിയാവിൽ നിന്ന് അല്ലാഹു നമുക്ക് തരുന്ന ഏറ്റവും വലിയ സമ്പത്തെന്ന് എന്റെ പ്രിയപ്പെട്ട യുവത്വമേ നമ്മൾ മറന്നു പാടില്ല. അറിവിന്നിലാവ് കേൾക്കുന്ന കുടുംബങ്ങളോട് ഞാൻ പറയുകയാണ്, നിങ്ങളെ മക്കൾക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യുക, നിങ്ങളെ സന്താനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യുക. സംസാരിക്കാത്തവരെ നിങ്ങളെ പ്രാർത്ഥന കൊണ്ട് അല്ലാഹു സംസാരിപ്പിക്കുന്നതാണ്. സംസാരിക്കാത്തവരെ നിങ്ങളെ പ്രാർത്ഥന കൊണ്ട് അല്ലാഹു സംസാരിപ്പിക്കുന്നതാണ്. അത്രയും വലിയ പവറാണ് അല്ലാഹു നൽകിയത്. والوالدي لولده ഉമ്മയുടെ ബാപ്പയുടെ പ്രാർത്ഥന അതാണ് ജീവിതത്തിന്റെ വിജയം. അതുകൊണ്ട് എന്ത് ചെയ്യാം? എന്നെ കേൾക്കുന്ന ഓരോ ഉമ്മമാരും ഓരോ ബാപ്പമാരും നിങ്ങളെ കൈകളിലെ മക്കളെ നിങ്ങൾ അടുത്തേക്ക് ഇരുന്നിട്ട് ഇപ്പൊ നമ്മൾ ദുആ ചെയ്യാം. എല്ലാ മക്കളും അറിവിനിലാവ് കാണുന്ന ഓരോ ഉമ്മമാരും നിങ്ങളെ മുന്നിലിരിക്കുന്ന നിങ്ങളെ സദസ്സിലിരിക്കുന്ന മക്കളെ നിങ്ങൾ അടുത്തേക്ക് മക്കൾ അടുത്തേക്ക് ഇരുത്തിട്ട് ആ തലയിൽ കൈവച്ചിട്ട് നമുക്കൊന്ന് ദുആ ചെയ്യാം. പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് കുടുംബങ്ങളെ ഒരുമിച്ച് ദുആ ചെയ്യുമ്പോൾ അല്ലാഹു ഇജാബത്ത് തരും. ഉറപ്പാണ്. ഒരുമിച്ച് ദുആ ചെയ്യുമ്പോൾ അല്ലാഹു ഇജാബത്ത് തരും. എല്ലാവരും ഇൻഷാ അല്ലാഹ് മക്കളെ കൈകളിൽ എടുക്കി. എല്ലാ മുഅ്മിനീങ്ങളും ചെയ്യണം. വാള് കേൾക്കുന്ന ഓരോ ഉമ്മമാരും നിങ്ങളെ മുമ്പിലിരിക്കുന്ന നിങ്ങളെ മക്കളെ സുഖമില്ലാത്ത മക്കളെ, കണ്ണിന്റെ കാഴ്ചയില്ലാത്തവര്, കേൾവി കുറഞ്ഞവര്, സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ളവര്, ഹൃദയത്തിന് ഹാർട്ടിന് പ്രശ്നങ്ങൾ പറഞ്ഞവര്, നടക്കാൻ കഴിയാത്തവര്, അവരൊക്കെ നിങ്ങൾ ഇൻഷാ അല്ലാഹ് മുന്നിലിരുത്തിട്ട് നിങ്ങൾ എവിടെയാണോ ആ മക്കൾക്ക് അസുഖമുള്ളത് അവിടെ നിങ്ങൾ കൈവച്ചിട്ട് എല്ലാ ഉമ്മമാരും ഒരേ സമയം ദ്വാരക്കാൻ പോവാണ്. അൽഹംദുലില്ലാഹ് 33,000-34,000 കുടുംബങ്ങള്, ലക്ഷക്കണക്കിന് മുഅ്മിനീങ്ങൾ ലോകത്തിന്റെ നാനാഭാഗത്തിരുന്ന് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാ ഉമ്മമാര്, ഇത്ര കണക്കിന് ലക്ഷക്കണക്കിന് ഉമ്മമാര് ആദ്യമായിട്ടായിരിക്കും ചരിത്രത്തിൽ ഇങ്ങനെ ഒരുമിച്ച് ദ്വാരക്കുന്നത്. ഒരുമിച്ച് നമുക്ക് ദ്വാരക്കാം. എല്ലാവരും ഇൻഷാ അല്ലാഹ് മക്കളെ അടുത്തിരുത്തിയോ? എല്ലാവരും നിങ്ങളെ കമന്റ് ശ്രദ്ധിക്കാൻ നിൽക്കണം ഇൻഷാ അല്ലാഹ്. എല്ലാവരും നമ്മുടെ സമീപത്തുള്ള സന്താനങ്ങളെ നിങ്ങൾ അടുത്തേക്ക് ഇരുത്തി എന്നിട്ട് ഒരുമിച്ച് നമുക്ക് ദ്വാരക്കാം. എല്ലാവരും ഇൻഷാ അല്ലാഹ്. ഓക്കേ അല്ലേ?
ലോകത്തിന്റെ നാനാഭാഗത്തിരുന്ന് ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇത്രയും ഒരുപാട് ഉമ്മമാര്, ഒരുപാട് ചെറിയ മക്കൾ അടുത്തിരുത്തിയിട്ട് ദുആ ചെയ്യാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ് ചെറിയ മക്കളെ നിങ്ങൾ അടുത്തേക്ക് ഇരുത്തിക്കൊള്ളി. ഒരു 3 സ്വലാത്തിയിലിട്ട് നമുക്ക് ദുആ ചെയ്യാം. ബുഖാരി ഇമാമിന്റെ കണ്ണിനെ കാഴ്ച കൊടുത്തത് ഉമ്മയുടെ പ്രാർത്ഥനയാണ്. ഉമ്മയുടെ പ്രാർത്ഥന. ഇബ്രാഹിം നബി ഉറക്കത്തിൽ വന്ന് പറഞ്ഞില്ല, പെണ്ണെ നിന്റെ പൊന്നുമോൻ അല്ലാഹു കാഴ്ച കൊടുത്തത് നിന്റെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ്. അതാണ് ദുആഉൽ വാലിദി ലി വലദിഹി. ലോകം അറിയണം ഉമ്മയുടെ പ്രാർത്ഥനയെ. നിങ്ങൾ എന്താ കരുതിയത്? ലോകത്തെ ഏറ്റവും വലിയ ദുആ അത് ഉമ്മയുടെ ദുആ മാത്രമാണ്. ഉമ്മയുടെ ദുആ മാത്രമാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും മക്കളെ മാഷാ അല്ലാഹ് അടുത്തിരുത്തിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് സന്തോഷം. അൽഹംദുലില്ലാഹ് ഒരു 3 സ്വലാത്ത് ചൊല്ലിക്കൊള്ളി. ഒരു 3 സ്വലാത്ത് എല്ലാവരും ചൊല്ലിക്കൊള്ളി. എന്നിട്ട് നമ്മൾ ഒരുമിച്ച് ദുആരക്കാൻ പോവാണ്. ഈ കാണുന്ന ഉമ്മമാര് മുഴുവനും ഇമാം ബുഖാരി റളിയല്ലാഹുവിന്റെ കണ്ണിനെ കാഴ്ച കൊടുക്കാൻ ഒരു ഉമ്മയുടെ പ്രാർത്ഥനക്ക് അല്ലാഹ് പവർ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മടിയിലിരിക്കുന്ന നിങ്ങളെ പൊന്നുമോന്റെ കണ്ണിന് അല്ലാഹു കാഴ്ച കൊടുക്കാം. നിങ്ങളെ പ്രാർത്ഥന കൊണ്ട് അല്ലാഹു കൊടുക്കും. ആ മക്കളെ സംസാരം നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് അല്ലാഹു ശരിയാക്കും. ഇന്നും വന്നിരുന്ന കാളികാവിൽ നിന്ന് ഉസ്താദേ അറിവിന്ദിലാറിന്റെ വെള്ളം കുടിച്ചിട്ട് പൊന്നുമോൻ ഉമ്മ എന്ന് വേക്ക് ആദ്യമായിട്ട് ഞങ്ങൾ വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് ഉറപ്പാണ്, അതിലൊന്നും അത്ഭുതമില്ല. കാരണം ഓരോ ദിവസം അനുഭവങ്ങൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഇൻഷാ അല്ലാഹ് ആത്മാർത്ഥമായിട്ട് ഇൻഷാ അല്ലാഹ് നമ്മളെ ദുആരക്കാം. ഒരു 3 സ്വലാത്ത് എല്ലാവരും ചൊല്ലി. ഒരു 3 സ്വലാത്തിയിലേക്ക് അടുത്തിരിക്കുന്ന മക്കളെ നമ്മൾ ദുആരക്കാൻ പോവാണ്. ലോകത്തുള്ള എല്ലാവരും ഇൻഷാ അല്ലാഹ് വെച്ചിട്ടുണ്ട്. എല്ലാവരും മക്കൾ അടുത്തിരുത്തിയിട്ടുണ്ട്. ആദ്യമായിട്ടായിരിക്കും ഇത്രയും ലക്ഷക്കണക്കിന് ഉമ്മമാരെ മക്കൾ അടുത്തിരുത്തിയിട്ട് ഇൻഷാ അല്ലാഹ് ദുആരക്കുന്നത്. അല്ലാഹ് മക്കളില്ലാത്തവർ വിഷമിക്കണ്ട. മക്കളില്ലാത്തവരെ നിങ്ങളെ അൽഹംദുലില്ലാഹ് ഇന്ന് 27ാമത്തെ സന്തോഷ വാർത്ത ഒന്ന് കേട്ടിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് മക്കളുണ്ടായ ഒരു സന്തോഷം ചെറുവത്തൂർ കേട്ടോളി. ചെറുവത്തൂരിൽ നിന്ന് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് 7 വർഷമായി 27 വർഷമായി അല്ലേ 7 വർഷങ്ങളായി കുട്ടികൾ ഉണ്ടായിട്ട് ഇപ്പൊ 3 മാസം കഴിഞ്ഞ് ഗർഭിണിയാണ്. അത് നിലനിൽക്കാൻ വായിച്ച സാദിഖലി കളിയാട്ടമൊക്കെ അൽഹംദുലില്ലാഹ് 27ാമത്തെ റബ്ബേ നീ കബൂലാക്കണേ റഹ്മാനെ, നീ സ്വീകരിക്കണേ റഹ്മാനെ, നീ സ്വീകരിക്കണേ റഹ്മാനെ. മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ റഹ്മാനെ. ഇൻഷാ അല്ലാഹ് അല്ലാഹു നമുക്ക് പ്രതിഫലം തരും ഉറപ്പാണ്. നിങ്ങൾ ഒരു 3 സ്വലാത്തിൽ ലക്ഷക്കണക്കിന് ഉമ്മമാർ ഒരുമിച്ച് ദ്വാരക്കാൻ പോവാണ്. മക്കളില്ലാത്തവർ വയറിൽ കഴിച്ച് ദ്വാരക്കാം. മക്കളുള്ളവർ അടുത്തിരുത്തിയിട്ട് നമ്മുടെ മക്കൾക്ക് എന്തിനാണോ നമ്മൾ ദ്വാരക്കേണ്ടത് ഈ സ്വലാത്തിലേക്ക് നമ്മൾ ദ്വാരക്കണം. ഒരു 3 സ്വലാത്ത് എല്ലാവരും ചൊല്ലി. എല്ലാവരും ചൊല്ലി. എല്ലാ മക്കളും ചൊല്ലി. വസ്സലാമു അലൈക യാ والسلام عليك يا رسول الله الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله. എല്ലാവരും മക്കൾക്ക് വേണ്ടി ദ്വാരക്കി. ബുഖാരി ഇമാമിന്റെ പൊന്നുമോൻ ബുഖാരി എന്ന പൊന്നുമോന് ഉമ്മ ദുആ ചെയ്തപ്പോ കണ്ണിനെ കാഴ്ച കൊടുത്തിട്ടുണ്ടെങ്കിൽ കണ്ണിനെ കാഴ്ചയില്ലാത്ത മക്കൾ അടുത്തിരുത്തി നിങ്ങൾ ദ്വാരക്കി. കണ്ണിനെ കാഴ്ച കൊടുക്കട്ടെ റബ്ബേ. കേൾവിയില്ലാത്തവർ അടുത്തിരുത്തിട്ട് നിങ്ങൾ ദ്വാരക്കി. ഹാർട്ടിന് പ്രശ്നം വന്നവരെ, ശരീരത്തിൽ മുഴ വന്നവരെ, പാല് കുടിക്കാത്ത മക്കളെ, പ്രായത്തിനനുസരിച്ച് തൂക്കമില്ലാത്ത മക്കളെ, അപസ്മാരമുള്ള മക്കളെ, ശരീരത്തിന്റെ പല ഭാഗത്തും ചൊറികളും അസുഖങ്ങളും വിഷമങ്ങളും വന്ന് എന്റെ പൊന്നുമോൻ പഠിക്കുന്നതൊക്കെ മറക്കാണ് എന്നൊക്കെ എന്ത് സങ്കടമുണ്ടോ എല്ലാവരും അടുത്തിരുത്തി ദ്വാരക്കി. അല്ലാഹുവേ ഞങ്ങളെ മക്കളെ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. ആമീൻ പറയ റബ്ബേ. മക്കളെ ചേർത്ത് പിടിച്ചിട്ടെന്ന് ദ്വാരക്കണം ഉമ്മ. എല്ലാവരും മക്കളെ ചേർത്ത് പിടിച്ചിട്ട് ആമീൻ പറയാ. അറിവിന്ദിലാപ കേൾക്കുന്ന 10,000 കണക്കിന് കുടുംബങ്ങളെ അല്ലാഹുവേ
അവര് മക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആമീൻ പറയുകയാണ്. ആ മക്കളെ അസുഖങ്ങളെല്ലാം നീ ശിഫയാക്കണേ റഹ്മാനേ. ആ മക്കളെ അസുഖങ്ങളെല്ലാം നീ ശിഫയാക്കണേ റഹ്മാനേ. ആ മക്കളെ അസുഖങ്ങളെല്ലാം നീ ശിഫയാക്കണേ റഹ്മാനേ. അല്ലാഹുവേ നീ ശിഫയാക്കണം അല്ലാഹ്. ഞങ്ങൾ അറിവിന്നിലാവില്ല മജ്‌ലിസിലേക്കുള്ള മക്കളെ റബ്ബേ, എന്ത് അസുഖങ്ങളാണോ അവർക്കുള്ളത്, എന്ത് അസുഖങ്ങളാണോ അവർക്കുള്ളത്, നീ ശിഫയാക്കണേ അല്ലാഹ്, നീ ശിഫയാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ മക്കൾക്ക് വല്ല പ്രയാസങ്ങളുണ്ടെങ്കിൽ ഈ 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ഉമ്മമാര് അറിവിന്നിലാവിലൂടെ ഒരേ സമയം ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബുഖാരി ഇമാമിന്റെ ചരിത്രങ്ങൾ ഞങ്ങളെ മുമ്പിലുണ്ടല്ലോ. അല്ലാഹ്, നീ ശിഫ കൊടുക്കണേ റഹ്മാനേ, നീ ശിഫ കൊടുക്കണേ റഹ്മാനേ, നീ ശിഫ കൊടുക്കണേ റഹ്മാനേ. എല്ലാ ഉമ്മമാരെ മക്കളെ മന്ത്രിക്കാം. 3 വട്ടം സ്വലാത്തില്ലിട്ട് നിങ്ങൾ തലയിൽ എന്ന് പറഞ്ഞിട്ട് മന്ത്രിച്ചു കൊടുക്കി. അല്ലാഹു ആ മക്കളെ വിഷമങ്ങളൊക്കെ മാറ്റട്ടെ. എല്ലാവരും പെട്ടെന്ന് വേണം ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാ, ലക്ഷക്കണക്കിന് ആളുകൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റബ്ബേ, നീ അനുഗ്രഹിക്കണേ റഹ്മാനേ, നീ അനുഗ്രഹിക്കണേ റഹ്മാനേ. നമ്മുടെ മക്കള് ഇത്രയും നല്ല മജ്‌ലിസിൽ നിന്ന് നമുക്ക് ദുആരിക്കാൻ അല്ലാഹു തന്ന ഈ സൗഭാഗ്യം നമ്മൾ നഷ്ടപ്പെടുത്തരുത്. എത്ര ആളുകൾ ഒരുമിച്ച് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. റബ്ബ് സ്വീകരിക്കും, അല്ലാഹു സ്വീകരിക്കട്ടെ. അപ്പോ നമ്മുടെ വിജയത്തിന്റെ പിന്നിലെ രഹസ്യം ഇതാണ്. ദുആഉൽ വാലിദി ലിവലദിഹി. ഇമാമുനാ ഷാഫി റളിയല്ലാഹുവിന്റെ ജീവിത ചരിത്രം ഞാൻ പറഞ്ഞല്ലോ അല്ലേ? ഷാഫി ഇമാം റളിയല്ലാഹുവിന്റെ ജീവിത ചരിത്രത്തിന്റെ പിന്നിലുള്ള രഹസ്യം തന്നെ ഉമ്മയാണ്. നിങ്ങൾ നോക്കി, മാലിക് ഇമാം റളിയല്ലാഹുവിന്റെ പ്രിയപ്പെട്ട ഉമ്മ. ഓരോ മഹാന്മാരും ഓരോ ഇമാമിങ്ങളും ജീവിതത്തിൽ കഴിഞ്ഞുപോയ ചരിത്രങ്ങൾ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അവരെല്ലാം വിജയത്തിന്റെ പിന്നിലെത്തിയത് അത് ഉമ്മയുടെ പാപ്പയുടെ പ്രാർത്ഥനയുടെ കാരണമാണ്. അറിയുമോ നിങ്ങൾക്ക്, ഉമ്മയുടെ പ്രാർത്ഥനയുടെ ഫലമായി വിജയിച്ച മറ്റൊരു മഹാന്റെ ചരിത്രം എന്ന അറിവിന്നില്ലാവിന്റെ കുടുംബങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെ. ഈ ചരിത്രങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരുന്നത് എന്തിനാണ്? ഉമ്മയുടെ മുഖത്തടിക്കുന്ന മക്കള് ലോകത്ത് വരാൻ പാടില്ല. ബാപ്പയെ ധിക്കരിക്കുന്ന മക്കള് ലോകത്ത് വരാൻ പാടില്ല. ഉമ്മയെ ചീത്ത പറയുന്ന, ബാപ്പയെ ചീത്ത പറയുന്ന മക്കള് ലോകത്തുണ്ടാകുമ്പോ ഈ ലോകത്തല്ലാഹു വലിയ വലിയ പരീക്ഷണങ്ങൾ തരുന്നതാണ്. ഉമ്മയെ ചീത്ത പറയുന്ന, ബാപ്പയെ ചീത്ത പറയുന്ന മക്കള് ലോകത്ത് കടന്നു വരുമ്പോഴാണ് ഈ ലോകത്തല്ലാഹു വലിയ വലിയ പരീക്ഷണങ്ങൾ നൽകുന്നതെന്ന് നമ്മൾ മറന്നു പോവല്ലേ. മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ആരാണ്? മാലിക് ഇമാം റളിയല്ലാഹു അൻഹു എന്നറിയോ? മാലിക് ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ ഗർഭം ധരിക്കുന്ന സമയത്ത് ബാപ്പ നാട് വിട്ടുപോയതാണ്. അറിവിന്നിലാവിന്റെ കുടുംബങ്ങളെ ചരിത്രം നല്ലതുപോലെ മനസ്സിലാക്കണം. മഹാനായ മാലിക് ഇമാം റളിയല്ലാഹുവിന്റെ പ്രിയപ്പെട്ട ഉമ്മ മാലിക് ഇമാമിനെ ഗർഭാശയത്തിന്റെ അകത്ത് വളർത്തിക്കൊണ്ടുവരുമ്പോഴാണ് പ്രിയപ്പെട്ട വാപ്പച്ചി നാട് വിട്ടു പോവുകയാണ്. പഴയ കാലങ്ങളൊക്കെ അങ്ങനെയാണല്ലോ. പട്ടിണിയാണ്, പരിവർത്തനമാണ്, പ്രശ്നങ്ങളാണ്, പ്രയാസങ്ങളാണ്, ദാരിദ്ര്യങ്ങളാണ്. പട്ടിണി സഹിക്കാൻ കഴിയാതെ ബാപ്പമാര് വീട് വിട്ടിറങ്ങിയ കാലഘട്ടമുണ്ടായിരുന്നു. അവര് നാട് വിട്ടുപോയാൽ പിന്നെ തിരിച്ചു വരുന്നത് ഒരുപാട് കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടാണ്. ചിലർ തീരെ തിരിച്ചു വരൂല്ല. എത്രയോ ആളുകൾ ഉമ്മയുടെ തണലിൽ വളർന്നിട്ടില്ലേ? എത്രയോ ആളുകൾ ബാപ്പയില്ലാതെ ഉമ്മയുടെ തണലിൽ ജീവിച്ചത് നമുക്ക് മറക്കാൻ പറ്റോ? എന്റെ ചെറുപ്പക്കാരാ,
നമ്മുടെ ഉമ്മയെ ബാപ്പയെ നമുക്ക് മറക്കാൻ കഴിയൂല. അല്ലാഹുവേ, ഞങ്ങളെ മാതാപിതാക്കൾക്ക് നീ ദീർഘായുസ് കൊടുക്കണേ റഹ്മാനേ. മാലിക് ഇമാം റളിയല്ലാഹു അൻഹു പ്രിയപ്പെട്ട വാപ്പ പട്ടിണി കാരണം നാട് വിട്ടുപോയി, എങ്ങോ പോയി തിരിച്ചു വന്നിട്ടില്ല. മാലിക് ഇമാമിന്റെ പ്രിയപ്പെട്ട ഉമ്മ മാലിക് ഇമാമിനെ ഗർഭത്തിന്റെ അകത്ത് കൊണ്ട് നടക്കുകയാണ്. ഒരു മഴ കൊള്ളാതെ, ഒരു വെയിൽ കൊള്ളാതെ, ഒരു പ്രയാസം അനുഭവിക്കാതെ ആ ഉമ്മയുടെ ഉദരത്തിന്റെ അകത്ത് ഒരു പൊന്നുമോനായി മാലിക് ഇമാം റളിയല്ലാഹു അൻഹു വളരുകയാണ്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഗർഭാശയത്തിനകത്ത് കൊണ്ട് നടക്കുമ്പോഴെല്ലാം ഉമ്മ പരിശുദ്ധമായ ഖുർആൻ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുകയാണ്. മാലിക് ഇമാം റളിയല്ലാഹു അൻഹു ചെറിയ പ്രായത്തിൽ തന്നെ ഹാഫിളായവരാണ്. ചെറിയ പ്രായത്തിൽ ഹാഫിളാവാൻ കാരണം എന്തെന്നറിയോ? ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ഗർഭാശയത്തിന്റെ അകത്തുമ്മ കൊണ്ട് നടക്കുമ്പോഴെല്ലാം അല്ലാഹുവിന്റെ ഖുർആൻ പാരായണം ചെയ്തിരുന്നു എന്ന് ചരിത്രം പറയുകയാണ്. അറിവിന്ദിലാവിന്റെ ഈമാനുള്ള പെങ്ങളെ, നിങ്ങളെ പൊന്നുമോനെ ഹാഫിളാവണോ? നിങ്ങളെ പൊന്നുമോനെ ഹാഫിളാവണോ? നിങ്ങൾ ആ കുഞ്ഞിനെ ഗർഭാശയത്തിനകത്ത് കൊണ്ട് നടക്കുമ്പോഴേ ഖുർആൻ ഓതണം. നിങ്ങൾ ഗർഭാശയത്തിനകത്ത് കൊണ്ട് നടക്കുമ്പോഴെല്ലാം ഖുർആനിന്റെ ശബ്ദം ഇങ്ങനെ കേൾപ്പിച്ചുകൊണ്ടിരിക്കണം. ഗർഭാശയത്തിന്റെ അകത്ത് മക്കള് വളരുമ്പോൾ ഒരിക്കലും സിനിമാ പാട്ട് കേൾപ്പിക്കാൻ പാടില്ല, ഒരിക്കലും മ്യൂസിക്കുള്ള ഗാനങ്ങൾ കേൾപ്പിക്കാൻ പാടില്ല. ഉദരത്തിന്റെ അകത്ത് വളരുന്ന പൊന്നുമക്കൾക്ക് ഒരിക്കലും സിനിമാ പാട്ടോ മ്യൂസിക്കുള്ള ഗാനങ്ങളോ കേൾപ്പിക്കാൻ പാടില്ല. കാരണം അത് കേൾക്കുന്നത് നിങ്ങളെ മാത്രമല്ല, നിങ്ങളെ ഉദരത്തിന്റെ അകത്ത് കിടക്കുന്ന നിങ്ങളെ കുഞ്ഞും അത് കേൾക്കുന്നുണ്ടെന്ന് മറക്കല്ല. മാലിക് ഇമാം റളിയല്ലാഹു അൻഹു അങ്ങനെ വളരുകയാണ്. ആ കുഞ്ഞിനെ വല്ലാതെ സങ്കടത്തോടെ വിഷമത്തോടെ ഉദരത്തിന്റെ അകത്ത് കൊണ്ട് നടക്കുകയാണ്. കാരണം എന്തെന്നറിയോ? മാലിക് ഇമാമിന്റെ ഉമ്മക്ക് സങ്കടമുണ്ട്. കാരണം ഭർത്താവ് തന്റെ കൂടെയില്ലല്ലോ. ഒരു ഗർഭിണിക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് മനസ്സമാധാനമാണ്. ഗർഭിണിയായ ഒരു സഹോദരിക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ഭക്ഷണമല്ല, ഏറ്റവും കൂടുതൽ ഗർഭിണിക്ക് വേണ്ടത് മനസ്സമാധാനമാണ്. മനസ്സമാധാനമാണ്. അതുകൊണ്ട് ഗർഭിണിയായ ഭാര്യയെ ഒരിക്കലും ചീത്ത പറഞ്ഞ് വേദനിപ്പിക്കാൻ പാടില്ല. ചെറുപ്പക്കാരാ, ഗർഭിണിയായ മരുമക്കളെ ഒരിക്കലും മനസ്സിന്റെ അകത്ത് കുത്തുവാക്ക് വരുന്ന വാക്ക് പറഞ്ഞുകൊണ്ട് വേദനിപ്പിക്കരുത് ഉമ്മമാരെ. ഓരോ ദിവസവും ഗർഭിണി തള്ളി നീക്കുന്നത് സങ്കടങ്ങളാണ്, ദുഃഖങ്ങളാണ്, പ്രയാസങ്ങളാണ്. റബ്ബേ, ഞാൻ മാത്രം ഭക്ഷണം കഴിച്ചാ പോരല്ലോ, ഞാൻ കഴിക്കുന്ന ഭക്ഷണം എന്റെ വയറിന്റെ അകത്ത് കിടക്കുന്ന കുഞ്ഞിനും വേണമല്ലോ. അല്ലാഹുവേ, ഞാനൊന്ന് വീണാൽ എനിക്ക് മാത്രമല്ലല്ലോ പരിക്ക് പറ്റുന്നത്, എന്റെ ഉദരത്തിന്റെ അകത്ത് കിടക്കുന്ന തങ്കക്കുടത്തിന് പരിക്ക് പറ്റുമല്ലോ. ഞാനൊന്ന് ഉറങ്ങിയാൽ, ഞാനൊന്ന് വഴുതി വീണാ, എനിക്കൊരു അസുഖം വന്നാൽ എനിക്ക് മാത്രമല്ലല്ലോ അസുഖം വരുന്നത്, എന്റെ ഉദരത്തിന്റെ അകത്ത് കിടക്കുന്ന കുഞ്ഞിന് നീ അസുഖം കൊടുക്കുമല്ലോ എന്ന് കരുതിയിട്ട് ഗർഭിണിയായ സഹോദരിമാരെ എത്ര കരുതലോടുകൂടിയാണ് കുഞ്ഞിനെ കൊണ്ട് നടക്കുന്നത്. യാത്ര ചെയ്യാൻ പ്രയാസമല്ലേ? ഒന്ന് യാത്ര ചെയ്താൽ ഛർദിക്കുകയാണ്, ഛർദിച്ചാൽ ക്ഷീണമാണ്, ക്ഷീണിച്ചാൽ ഉദരത്തിന്റെ അകത്ത് കിടക്കുന്ന കുഞ്ഞിനത് ബാധിക്കുമല്ലോ. എനിക്കൊരു അസുഖം വന്നാ മരുന്ന് കുടിക്കേണ്ടി വരുമല്ലോ, മരുന്ന് കുടിച്ചാൽ ഉദരത്തിന്റെ അകത്ത് കിടക്കുന്ന കുഞ്ഞിന് അല്ലാഹുവേ അതിന്റെ പ്രയാസം വരുമല്ലോ. എത്ര കരുതലോടെയാണ്, എത്ര കരുതലോടെയാണ് ഒരു ഗർഭിണി ഗർഭത്തിന്റെ അകത്ത് കിടക്കുന്ന കുഞ്ഞിനെ കൊണ്ട് നടക്കുന്നത്. ചെറുപ്പക്കാരാ, നമ്മളൊന്നും അതറിയുന്നില്ലല്ലോ, അതൊന്നും നമ്മൾ അറിയുന്നില്ലല്ലോ. നമ്മള് ഗർഭിണിയായ സഹോദരിമാരെ സുഖമില്ല എന്ന് പറഞ്ഞ് കിടക്കുമ്പോ നീ അഭിനയിക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഗർഭിണിയായ ഭാര്യ ചീത്ത പറയുന്ന ഭർത്താക്കന്മാരില്ലേ? ഗർഭിണികളായ സഹോദരിമാര് മരുമക്കൾ ക്ഷീണങ്ങളുടെ
കിടന്നിറങ്ങുമ്പോ ഇത് അഭിനയമാണ്, ഞാൻ എത്ര പെറ്റതാണ്, നീ ആദ്യമായിട്ടല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ മരുമക്കളുടെ മനസ്സ് വേദനിപ്പിക്കുന്ന ഉമ്മമാരില്ലേ, അത് അപകടമാണ്, അപകടമാണ്. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. എത്ര നല്ല ഉമ്മമാരുണ്ട്. മരുമകൾ ഗർഭിണിയാകുമ്പോ മോളെ നീ ഗർഭിണിയാണ് മോളെ, നീ ഒരു പ്രയാസം അനുഭവിക്കാൻ പാടില്ല, നിനക്കൊരു അസുഖം വരാൻ പാടില്ല, ഉദരത്തിന്റെ അകത്ത് കിടക്കുന്ന കുഞ്ഞുമോൾക്കൊരു പ്രയാസം വരരുത്, നീ ജോലി എടുക്കണ്ട, നീ റെസ്റ്റ് എടുക്കണം മോളെ, നീ റെസ്റ്റ് എടുക്കണം മോളെ എന്ന് പറഞ്ഞുകൊണ്ട് എത്രയെത്ര നല്ല അമ്മായി ഉമ്മമാരാണ് മരുമകളെ പൊന്നുപോലെ നോക്കി നടക്കുന്നതല്ല. ആ ഉമ്മാക്കും മരുമകൾക്കും നീ സ്വർഗം കൊടുക്കണേ റഹ്മാനേ. തിരിച്ചറിയണമമ്മ, തിരിച്ചറിയണമമ്മ, കാലഘട്ടം പുതിയതാണ് പ്രിയപ്പെട്ട ഉമ്മ, കാലഘട്ടം പുതിയ ലോകമാണ് പ്രിയപ്പെട്ട ഉമ്മ. ഗർഭിണിയായ മരുമകളെ സ്നേഹിക്കാനുള്ള മനസ്സ് കാണിക്കേണ്ടത് നമ്മളാണ്, ഗർഭിണിയായ ഭാര്യയെ സ്നേഹിക്കാനുള്ള മനസ്സ് കാണിക്കേണ്ടത് നമ്മളാണ്. എത്ര ചെറുപ്പക്കാരുണ്ട്, എത്ര ഭർത്താക്കന്മാര് ഭാര്യ ഗർഭിണിയായതിന് ശേഷം ഗൾഫിൽ നിന്നും ഫോൺ കോൾ പോലും ചെയ്യാതെ ഈ ഗർഭിണിയായ ഭാര്യയെ ഒറ്റപ്പെടുത്തുന്ന ഭർത്താക്കന്മാരില്ലേ? അപകടമല്ലേ പ്രിയപ്പെട്ടവരെ? ഇതൊക്കെ അപകടമാണ്. അല്ലാഹുവിന്റെ കോടതിയിൽ നമ്മൾ പരാജയപ്പെട്ടു പോകും, മറന്നു പോവണ്ട. നിങ്ങൾ മനസ്സിലാക്കിയത് ഉദരത്തിന്റെ അകത്ത് കൊണ്ട് നടക്കുന്നതിന്റെ എത്ര ത്യാഗമാണ് ആ പെണ്ണ് സഹിക്കുന്നത്. നമ്മളെ കഴിക്കുന്നത് പോലെ ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല, ഭക്ഷണത്തിന്റെ വാസന വരുമ്പോഴേക്കും അവരെ ഛർദ്ദിക്കുകയാണ്. ഇതൊന്നും സ്വയം അഭിനയമല്ലല്ലോ, ഇതൊന്നും സ്വയം അഭിനയമല്ലല്ലോ, അഭിനയമാണെന്ന തെറ്റിദ്ധാരണ നിങ്ങൾ തിരുത്തണം എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ. ചില മരുമക്കൾ അടുക്കളയിലേക്ക് കയറുമ്പോ അവർക്ക് ഛർദിയാണ്. കാരണം എന്താണ്? ഗർഭം ചുമക്കുന്ന സമയം ചിലർക്കൊക്കെ അങ്ങനെയാണ്, ചിലർക്കൊക്കെ അങ്ങനെയാണ്. അത് തിരിച്ചറിയുന്നിടത്താണ് മോനെ നീ നല്ല ഒരു ഭർത്താവായി മാറുന്നതെന്ന് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ കുറ്റപ്പെടുത്തിയതല്ല, ഓർമ്മപ്പെടുത്തിയതാണ്. ചില സഹോദരിമാരെങ്ങനെയാണ്, അവർക്ക് ഇൻഷാ അല്ലാഹുവേ ഗർഭമായി കഴിഞ്ഞാൽ ഒരു മീനിന്റെ വാസന അവർക്ക് പറ്റൂല, ഒരു ബീഫിന്റെ വാസന അവർക്ക് പറ്റൂല. ഒരു വാസന വരുമ്പോഴേക്ക് ഓക്കാന വരും, ഛർദി വരും, മാത്രമേ ഇവിടെ ഗർഭിണിയായിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഭാര്യനെ കളിയാക്ക. ഇത് അഭിനയ എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലാ ഇത് അഭിനയാണെന്നല്ലേ നമ്മളൊന്നും അനുഭവിച്ചത്. എന്തൊരു വലിയ വിഷമങ്ങളാണത്, എന്തൊരു വലിയ 10 മാസം ഈ ഉദരത്തിന്റെ അകത്ത് ഈ കുഞ്ഞിനെങ്ങനെ കൊണ്ട് നടക്കാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. പ്രസവിച്ചു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പ്രസവിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയാം ആ അളിയാ സുഖപ്രസവം, എന്ത് സുഖപ്രസവം? ആ കാലിന്റെ അടുത്ത് സുഖപ്രസവമാണെന്ന് പറഞ്ഞാൽ ചിലപ്പോ ഭാര്യന്റെ അടുത്ത് ഒരു ചവിട്ട് കിട്ടും. പ്രസവത്തിന്റെ വേദന ഈ പെണ്ണറിഞ്ഞത്. എന്നിട്ട് ഏത് വല്ല സുഖപ്രസവമാണെങ്കിലും ചെറിയൊരു വേദന ഒൽക്കുണ്ടാവും. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ പ്രസവിച്ചതിന് ശേഷം മാഷാ അല്ലാഹ് നമ്മൾ പറയും കുഞ്ഞ് ഇത്ര തൂക്കണ്ട്. നിങ്ങൾ ആലോചിക്കുക, ഈ ഇത്ര തൂക്കം ഉദരത്തിന്റെ അകത്ത് അവർ കൊണ്ടു നടക്കില്ല. അതും ആരും ചിന്തിക്കുന്നില്ല. കുഞ്ഞിന് ഇത്ര തൂക്കണ്ടടി, കുഞ്ഞിന് ഇത്ര കിലോ ഉണ്ട്. ഓരോരുത്തർ പറയണേ എന്നാ ഇത്ര കിലോനാണ് എന്റെ മരുമകള് വയറ്റിന്റെ അകത്ത് കൊണ്ടു നടന്നത് ഈ ഉമ്മ ചിന്തിക്കണ്ടേ? അല്ലെങ്കിൽ ഈ ചെറുപ്പക്കാരെ ആലോചിക്കണ്ടേ? ഉമ്മമാരെ കുറ്റപ്പെടുത്തല്ലോ, അങ്ങനെയൊക്കെ ചിന്തിക്കണോലുണ്ട്. പക്ഷേ പലരും അങ്ങനെയാണ് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇത്ര കിലോന് നിങ്ങൾ പ്രസവിച്ചതിന് ശേഷം പേരക്കുട്ടി ഇത്ര കിലോ ഉണ്ട്, ഇത്ര തൂക്കണ്ട്, 3 ഉണ്ട്, 2.5 ഉണ്ട്, 3.5 ഉണ്ട് എന്നൊക്കെ നമ്മൾ പറയും. നിങ്ങൾ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? പടച്ച റബ്ബേ എന്റെ മരുമകള് ഈ 3.5 കിലോനാണല്ലോ റബ്ബേ ഈ പാവം ഇങ്ങനെ കൊണ്ട് നടന്നത്, താങ്ങി നടന്നത്, ഇത്ര കിലോനാണല്ലോ എന്റെ ഭാര്യ കൊണ്ട് നടന്നത്. നിങ്ങൾ ആലോചിച്ചോക്കിയേ. ഉസ്താദ് എങ്ങനെ ആലോചിക്കാനില്ല, 10-15 കിലോമീറ്റർ എന്നോട് ഉസ്താദ് പഠിപ്പിക്കണ്ട. നമ്മള് ചിലപ്പോ പറയും അതെങ്ങനെ എല്ലാ സമയത്തും കൊണ്ടടക്കാൻ പറ്റുമോ? നിങ്ങൾ ആലോചിച്ചോക്കി. നമ്മളിപ്പോ ജോലി എടുക്കുമ്പോ ചുമട്ട് തൊഴിലാളികളാണെങ്കിൽ കുറച്ചൊക്കെ നമ്മളിങ്ങനെ ചുമക്കൂലേ? നിങ്ങളെ തലയിൽ ഒരു 10 കിലോനെങ്കിൽ 10 കിലോ അങ്ങനെ വെച്ച് തരാം, അല്ലെങ്കിൽ വാറ്റുമ്പോ ഇങ്ങനെ വെച്ച് തരാം. 24 മണിക്കൂർ നിങ്ങൾ ഇങ്ങനെ കൊണ്ടടക്കോ? കഴിയൂല നമുക്ക്. അതുകൊണ്ടാണ് പെണ്ണേ, ഗർഭിണിയായ പെണ്ണേ നീ സ്വർഗത്തിനാണെന്ന് പറഞ്ഞത് കൊണ്ടാണ്, നീ സ്വർഗത്തിനാണെന്ന് പറഞ്ഞത് കൊണ്ടാണ്.
നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഗർഭിണിയായ പെണ്ണിന് അള്ളാഹു നൽകുന്ന പ്രതിഫലത്ര എന്റെ റബ്ബേ, അത് പറഞ്ഞാ തീരൂല. ഗർഭിണിയായ പെണ്ണ്, ഒരു പെണ്ണിന് പ്രസവത്തിലൂടെ അള്ളാഹു എത്ര പ്രതിഫലം കൊടുക്കും? അതൊക്കെ ഇൻഷാ അല്ലാഹ് വരുന്ന ക്ലാസ്സുകളിൽ പറയുന്നുണ്ട്. അറിവിനിലാവിന്റെ മറ്റു ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഇപ്പൊ ഉമ്മയുടെ പ്രാർത്ഥനയാണ് വിഷയം. അപ്പോ നമുക്ക് കൊണ്ടടക്കാൻ പറ്റുമോ? നമ്മളിങ്ങനെ വലിയ ആണുങ്ങളായിട്ട് ഇങ്ങനെ പറയും, ഞാൻ അത്ര കിലോ തൂക്കും, ഇത്ര കിലോ തൂക്കും. അത് 10 മാസം എന്ന് പറഞ്ഞാൽ ഒരു കൊല്ലത്തിന്റെ അടുത്തായി അല്ലേ? ഒരു കൊല്ലത്തിന്റെ അടുക്കായി. അതിന്റെ അടുക്ക് ഛർദിക്കണം, അതിന്റെ അടുക്ക് അല്ലാ എന്തൊക്കെ പ്രയാസങ്ങൾ സഹിക്കാണ്ട പെണ്ണ്. അള്ളാഹു നമ്മുടെ ഭാര്യമാർക്കൊക്കെ സ്വർഗം കൊടുക്കട്ടെ. ആമീൻ പറയുങ്ങളെ. അള്ളാഹു നമ്മുടെ ഭാര്യമാർക്കൊക്കെ സ്വർഗം കൊടുക്കട്ടെ. അള്ളാഹുവേ ഭർത്താക്കന്മാർക്ക് നീ സ്വർഗം കൊടുക്കണേ റഹ്മാനേ. അപ്പോ വിഷയത്തിലേക്ക് തന്നെ വരികയാണ്. അപ്പൊ നമ്മള് മാലിക് ഇമാമിന്റെ ഉമ്മന്റെ ചരിത്രം അല്ലേ? മാലിക് ഇമാം റളിയല്ലാഹു. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു പെണ്ണ് ഗർഭിണിയാകുമ്പോ അവളുടെ കൂടെ നിൽക്കണം നമ്മൾ. അവളുടെ കൂടെ എപ്പോഴും നീ സങ്കടപ്പെടണ്ട കേട്ടോ, നീ സങ്കടപ്പെടണ്ട. എന്ത് വന്നാലും ഇക്ക നിന്റെ കൂടെയുണ്ട്, ഇക്ക നിന്റെ കൂടെയുണ്ട് പറഞ്ഞോട് കാര്യമില്ല. ഏത് സമയത്തിനും അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കണം. അല്ലാതെ കൂടെ ഉണ്ടെന്നില്ല എല്ലാവർക്കും ചെയ്തു കൊടുക്കണം. പ്രത്യേകിച്ച് പ്രവാസ ലോകത്ത് ജോലി ചെയ്യുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാർ ഏത് സമയത്തും ഗർഭിണിയായ ഭാര്യമാരെ നാട്ടിലാണെങ്കിൽ അവരുടെ വിഷയത്തിൽ വളരെ ശ്രദ്ധ വേണം. കാരണം എന്താ? ലേബർ റൂമിന്റെ അകത്ത് ഭർത്താക്കന്മാരെ പ്രവേശിപ്പിക്കാൻ സൗകര്യമുണ്ടെന്ന് അറിയുമ്പോൾ ആദ്യം സന്തോഷിക്കുന്നത് ഈ സഹോദരിമാരായിരിക്കും. കാരണം എന്താ? പലപ്പോഴും ഭാര്യമാരെന്താ പറയാ, നിങ്ങൾ ലേബർ റൂമിന്റെ അടുത്ത് തന്നെ വേണം എന്ന് പറയാം. അതങ്ങനെ തന്നെയാണ് അനുഭവത്തിൽ എന്നാ പറയണത്. അങ്ങനെ തന്നെയാണ്. ഭാര്യമാരെന്താ പറയാ, നിങ്ങൾ പുറത്തൊന്നും പോകരുത്, ലേബർ റൂമിന്റെ അടുത്ത് തന്നെ. ലേബർ റൂമിന്റെ അടുത്ത് അകത്തേക്ക് ഒരു ഭർത്താവിനെ കയറ്റാനുള്ള സമ്മതം കിട്ടുകയാണെങ്കിലോ ഭാര്യമാർക്ക് അത് ഏറ്റവും വലിയ സന്തോഷകരം. കാരണം എന്താ? നമ്മൾ അവരുടെ പോലെ ഒരു കൂടെ ഉണ്ടാകുമ്പോ അവർക്കതൊരു സമാധാനമാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ സമയത്ത് നല്ലതുപോലെയുള്ള നല്ല സോപ്പിങ്ങും നല്ല രൂപത്തിലുള്ള വാക്കുകളാണ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. മാലിക് ഇമാം റളിയല്ലാഹു അൻഹുവിനെ ഉമ്മ ഗർഭം ധരിക്കുന്ന സമയത്ത് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു വാപ്പ നാട് വിട്ടുപോയി. എത്ര സങ്കടം ഉണ്ടാകും. ഒരു ഉപ്പയില്ല. ഈ പ്രസവിക്കുന്ന കുഞ്ഞിനെ ഉദരത്തിന്റെ അകത്ത് കൊണ്ടു നടക്കുന്ന കുഞ്ഞിനെ ഭക്ഷണം കൊടുക്കാനും വേണ്ട പോഷക ആഹാരങ്ങൾ കൊണ്ടുവരാനും ഒരാളുമില്ല. വല്ലാതെ വിഷമിക്കുന്ന സമയം അല്ലാഹുവേ, മാലിക് ഇമാമിന്റെ പ്രിയപ്പെട്ട ഉമ്മ തളർന്നില്ല. മാലിക് ഇമാം റളിയല്ലാഹുവിന്റെ പ്രിയപ്പെട്ട ഉമ്മ തളർന്നില്ല. കൊണ്ടു നടന്ന പൊന്നുമോനെ ഉദരത്തിന്റെ അകത്ത് കൊണ്ടു നടന്നു. മാഷാ അല്ലാഹ്. അങ്ങനെ മാലിക് ഇമാമിന്റെ ഉമ്മ പ്രസവിച്ചപ്പോൾ ഒരു ആൺകുഞ്ഞാണ്. അല്ലാഹുവേ, ആ ആൺകുഞ്ഞാണ് മഹാനായ മാലിക് ഇമാം റളിയല്ലാഹു അൻഹു. ആ പൊന്നുമോനെ ഉമ്മ നല്ലതുപോലെ മുലപ്പാല് കൊടുത്ത് നല്ലതുപോലെ വളർത്തി. മാലിക് ഇമാം റളിയല്ലാഹു അൻഹു ചെറുപ്പം മുതലേ ഖുർആൻ പഠിപ്പിച്ചു വളർത്ത ഹാഫിളാക്കുകയാണ്. ആരാണ്? ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഹാഫിളാവാ. കാരണം എന്താണെന്നറിയോ? അത് ഉമ്മയുടെ പ്രാർത്ഥനയാണ്. ഉമ്മ നിരന്തരം ദുആ ചെയ്തുകൊണ്ടാണ് മാലിക് ഇമാം റളിയല്ലാഹു അൻഹുവിനെ ഉമ്മ അല്ലാഹു ഹാഫിളാക്കിയത്. ആ മാലിക് ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം നിങ്ങൾ നോക്കിയേ. പഠിച്ചു വളർന്നു, ഹാഫിളായി, വലിയ പണ്ഡിതനായി. ഉമ്മയുടെ തണൽ, ഉമ്മയുടെ പ്രാർത്ഥന, ഉമ്മയുടെ തണലിലായിട്ട് വളരുന്ന മക്കൾ എത്രയുണ്ട്. അങ്ങനെ പഠിച്ച് വലുതായി വലിയ പണ്ഡിതനായ ചരിത്രം ഞാൻ ചുരുക്കി പറയാം. മാലിക് ഇമാം റളിയല്ലാഹു അൻഹു മനോഹരമായ ഹറമിലെ ഇമാമായി മാറി. അല്ലാഹുവേ, ഹറമിലെ ഇമാമായി മാറി മഹാനായ മാലിക് ഇമാം റളിയല്ലാഹു അൻഹു വലിയ മുദർരിസായി, വലിയ പണ്ഡിതനായി, വലിയ മുദർരിസാണ്. അങ്ങനെ ഹറമിൽ ഇങ്ങനെ ഇമാമായിട്ട് നിൽക്കുകയാണ്.
അങ്ങനെയാണ് വർഷങ്ങൾക്ക് മുമ്പ് നാട് വിട്ടുപോയ മാലിക് ഇമാമിന്റെ പ്രിയപ്പെട്ട വാപ്പ വർഷങ്ങൾക്ക് മുമ്പേ ഉമ്മ ഗർഭിണിയാകുന്ന കാലം മുതലേ നാട് വിട്ടുപോയ പ്രിയപ്പെട്ട വാപ്പ തിരിച്ചു വരികയാണ്. തിരിച്ചു വരുന്നത് മനോഹരമായ ഹറമിലേക്കാണ്. ഹറമിൽ വന്നുകൊണ്ട് നമസ്കരിക്കുന്ന സമയത്ത് ആ ഹറമിൽ നിന്നൊരു ഇമാമിന്റെ ഓത്തിങ്ങനെ കേൾക്കുകയാണ്. എന്തോരമല്ല മനോഹരമായ ശൈലിയിലാണ്. ഇന്നും അങ്ങനെയാണല്ലോ. മക്കത്ത് പോയാൽ മദീനയിൽ പോയാൽ എന്തോരം നല്ല ശൈലിയാണ്, എന്തോരം നല്ല മനോഹരമാണ് ഹറമിലെ ഒത്ത് കേൾക്കാൻ. അറിവിന്ദിലാവ് കാണുന്ന 10,000 കുടുംബങ്ങളെ നിങ്ങൾ മക്ക കണ്ടിട്ടില്ലേ? മദീന കണ്ടിട്ടില്ലേ? ആ മക്കയിൽ ചെന്നാല് മസ്ജിദുൽ ഹറാമിൽ ചെന്നാല് പരിശുദ്ധമായ മസ്ജിദുൽ ഹറാമിൽ നിന്ന് പരിശുദ്ധമായ കഅബാലയത്തിന്റെ പരിസരത്തിൽ നിന്ന് നമ്മൾ നമസ്കരിക്കുമ്പോ ആ ഹറമിലെ ഖുർആൻ പാരായണം നിങ്ങൾ കേട്ടിട്ടില്ലേ ചെറുപ്പക്കാരാ? ആ ഹറമിലെ ഖുർആൻ പാരായണം കേട്ടിട്ടില്ലേ ബാപ്പമാരെ? മദീനയിൽ ചെന്നാൽ എന്തോ നല്ല മനോഹരമാണ്. കേട്ടിരുന്നു പോകും. അസുഖങ്ങളെല്ലാം എവിടെയാണ് പോയതെന്നറിയൂല. അവിടത്തെ ഇമാമിങ്ങളെ ഒത്ത് കേൾക്കുമ്പോ, അവിടത്തെ ഇമാമിങ്ങളുടെ ബാങ്ക് കേൾക്കുമ്പോ അല്ലാഹുവേ നമ്മുടെ അസുഖങ്ങളെല്ലാം എവിടെയാണ് പറന്നു പോയതെന്ന് നമുക്കറിയില്ല. അത്രയും നല്ല മനോഹരമാണ് ഹറമിലെ ഒത്ത് കേൾക്കാൻ. അല്ലാഹുവേ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനേ, ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനേ, ഞങ്ങൾക്ക് സൗഭാഗ്യം നൽകണേ അല്ലാഹ്. ഹജ്ജ് ചെയ്യാനോ ഉംറ ചെയ്യാനോ ഞങ്ങൾക്ക് നീ സൗഭാഗ്യം നൽകണേ അല്ലാഹ്. അല്ലാഹു നമുക്ക് തന്നെ തൗഫീഖ് നൽകട്ടെ ഇൻഷാ അല്ലാഹ്. അല്ലാഹു നമുക്ക് തന്നെ തൗഫീഖ് നൽകട്ടെ ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് പോകുന്നുണ്ട്. എല്ലാം റാഹത്തായിട്ട് ഒരു കുടുംബം ഉംറക്ക് പോവാൻ വേണ്ടി ഇൻഷാ അല്ലാഹ് ഉസ്താദേ ഉംറക്ക് കൊണ്ടുപോവാന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു ആ കുടുംബത്തിന് ബറക്കത്ത് കൊടുക്കട്ടെ. അല്ലാഹു ആ കുടുംബത്തിന് സന്തോഷം കൊടുക്കട്ടെ. അല്ലാഹു അവരുടെ കാര്യങ്ങളിലൊക്കെ അല്ലാഹു വലിയ റാഹത്ത് കൊടുക്കട്ടെ ഇൻഷാ അല്ലാഹ്. കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തുന്നത് അവരുടെ നമ്പർ ഇൻഷാ അല്ലാഹ്. നമ്പറുകളൊക്കെ മൊബൈലിൽ നിന്ന് എല്ലാം പോയിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, പലപ്പോഴും വിളിക്കുമ്പോ നിങ്ങൾ കാണാത്തതും മെസ്സേജ് അയക്കുമ്പോ കാണാത്തതും അതാണ്. എല്ലാ നമ്പറും മൊബൈലിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇൻഷാ അല്ലാഹ് ആ ഉംറക്ക് കൊണ്ടുപോകുന്ന കുടുംബം അറിവിനിലാവി എന്നും കേൾക്കുന്ന കുടുംബമാണ്, ഇന്നും കേൾക്കുന്നുണ്ടാവും. അല്ലാഹു അവർക്ക് ബറക്കത്ത് ചെയ്യട്ടെ. അപ്പൊ ഏതാണ് കുടുംബം എന്ന് കരുതിയാൽ ഇൻഷാ അല്ലാഹ് അവരുടെ നമ്പറൊന്നും അവര് പറഞ്ഞിട്ടുണ്ട് ഉസ്താദേ എല്ലാം ശരിയായിട്ട് ഞങ്ങളെ വിളിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ നമ്പർ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്താണ് അഡ്മിന്മാരുമായി ആ കുടുംബം ബന്ധപ്പെടണമെന്ന് അന്ന് ഇൻഷാ അല്ലാഹ് റബീഉൽ അവ്വൽ അവസാനം അവര് ഇവിടെ ബന്ധപ്പെട്ടിട്ടുണ്ട്, ഇവിടെ വന്നിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. ഇനി ഇൻഷാ അല്ലാഹ് ഒന്നുകൂടി ബന്ധപ്പെടണമെന്ന് ഓർമ്മപ്പെടുത്താണ്. കാരണം നിരന്തരം കോളുകൾ വരുമ്പോ ഏതാണെന്നറിയില്ല. ഇൻഷാ അല്ലാഹ് അഡ്മിന്മാരുമായിട്ട് നിങ്ങൾ ബന്ധപ്പെട്ടാൽ മതി. ഏതാണ് ആ കുടുംബം എന്നുള്ളത്, ആ കുടുംബത്തിന് അല്ലാഹു ബറക്കത്ത് കൊടുക്കട്ടെ, സന്തോഷം കൊടുക്കട്ടെ. അവരുടെ നമ്പർ മൊബൈലിൽ നിന്ന് നഷ്ടമായത് കൊണ്ട് കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തിയതാണ്. അപ്പോ അവിടൊക്കെ പോകാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകട്ടെ. ആ പരിശുദ്ധമായ ഹജ്ജും ഉംറയും ചെയ്യാൻ പുണ്യമദീന കാണുന്നതെന്നാണ് എന്നാണ് നബിയേ പച്ചക്കൊമ്പ കാണുന്നതെന്നാണ് പുന്നാര നബിയേ ഞാൻ കാണുന്നതെന്നാ പുന്നാര റൗളയിൽ പോകുന്നതെന്നാ പുന്നാര നബിയെ ഞാൻ കാണുന്നതെന്നാ. എല്ലാവരും എഴുന്നേറ്റ് മദീനയെ തവസ്സിലാക്കി നമുക്കൊന്ന് പാടിയിട്ട് ഇൻഷാ അല്ലാഹ് ഈ ചരിത്രം പറഞ്ഞ് അവസാനിപ്പിക്കാം. എല്ലാവരും എഴുന്നേറ്റ് മദീനയെ കുറിച്ച് പാടാം. എല്ലാവരും മദീനത്ത് നമുക്ക് പോകണം, മദീനത്ത് നമുക്ക് പോകണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാവരും എഴുന്നേറ്റ് പാടി പുന്നാര നബിയെ ഞാൻ കാണുന്നതെന്നാ പുന്നാര റൗളയിൽ പോകുന്നതെന്നാ തോഹാ റസൂലിന്റെ റൗള ശരീഫും കാണുന്നതെന്നാണ്
ഹൃദയോ തോകുന്നതെന്നാണ് പുന്നാര നബിയെ ഞാൻ കാണുന്നതെന്നാ പുന്നാര റൗളയിൽ പോകുന്നതെന്നാ തോഹാ റസൂലിന്റെ റൗള ശരീഫൊന്ന് കാണുന്നതെന്നാണ് റൗള കാണുന്നതെന്നാണ് റൗള കാണുന്നതെന്നാണ് എന്നാണ് നബിയേ പുണ്യമദീന കാണുന്നതെന്നാണ് എന്നാണ് നബിയേ പച്ച കുബ്ബ കാണുന്നതെന്നാണ് എന്നാണ് നബിയേ പുണ്യമദീന കാണുന്നതെന്നാണ് എന്നാണ് നബിയേ പച്ച കുബ്ബ കാണുന്നതെന്നാണ് മടവൂരിൽ ശൈഖുന സിയം വലിയുള്ളാഹ് മദദ് നൽകണേ യാ റഹ്മാനല്ലാഹ് കുതുബുൽ ആലോ സിയം വലിയുള്ളാഹ് മദദ് നൽകണേ യാ റഹ്മാനല്ലാഹ് പരിശുദ്ധ റൗള കാണുന്നതെന്നാ പുണ്യ മദീന പോകുന്നതെന്നാ പരിശുദ്ധ റൗള കാണുന്നതെന്നാ പുണ്യ മദീന പോകുന്നതെന്നാ ലാ 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 لا 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 എന്നാണ് നബിയേ പുണ്യമദീന കാണുന്നതെന്നാണ് എന്നാണ് നബിയേ പച്ച കുബ്ബ കാണുന്നതെന്നാണ് അല്ലാഹുവേ മദീന കാണാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനേ മദീന കാണാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനേ മദീന ഞങ്ങളെ അഭയമാണ് മദീന ഞങ്ങളെ വിജയമാണ് മദീന ഞങ്ങളെ വിജയമാണ് അല്ലാഹുവേ അല്ലാഹുവേ മദീന കാണാൻ തൗഫീഖ് തരണേ അല്ലാഹ് മദീന കാണാൻ തൗഫീഖ് തരണേ അല്ലാഹ് ഈ കണ്ണുകൾ അടയുന്നതിന് മുമ്പ് മദീന ഞങ്ങൾക്കൊന്ന് കാണണോ ഈ കാലുകൾക്ക് പ്രശ്നം വരുന്നതിന് മുമ്പ് മദീനയിൽ ഞങ്ങൾക്കൊന്ന് എത്തണോ അല്ലാഹുവേ ഈ തൗഫീഖ് തരണേ അല്ലാഹ് ഈ ചരിത്രം വളരെ ചുരുക്കം അൽഹംദുലില്ലാഹ് മദീനത്ത് പോവാൻ തൗഫീഖ് അല്ലാഹു നമുക്ക് തരട്ടെ ഉസ്താദ് ഉംറക്ക് പോകുമ്പോൾ അറിവിനിലാവ് എന്താ ചെയ്യാ ഇൻഷാ അല്ലാഹ് നമുക്ക് അല്ലാഹു എന്തെങ്കിലും ഇൻഷാ അല്ലാഹ് വഴിയൊക്കെ കാണിച്ചു തരും ഇൻഷാ അല്ലാഹ് അതിലൊന്നും വിഷമിക്കണ്ട അറിവിനിലാവൊക്കെ നടക്കും ഇൻഷാ അല്ലാഹ് അറിവിനിലാവൊക്കെ നടക്കും അതിലൊന്നും നിങ്ങൾ ബേജാറ് വേണ്ട കേട്ടോ അതൊക്കെ ഇൻഷാ അല്ലാഹ് എങ്ങനെയെങ്കിലും നടക്കും അറിവിനിലാവ് ഇത്രയും നടന്നില്ലേ ഇത്രയും കാലം കൊണ്ട് ഒരു ദിവസം പോലും ഒഴിവായിട്ടില്ലല്ലോ ഒരു ദിവസം ഒഴിവില്ലാതെ നടത്താൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തന്നില്ലേ അപ്പോൾ അല്ലാഹു നമുക്ക് തൗഫീഖ് തരും ഇൻഷാ അല്ലാഹ് റാഹത്താകട്ടെ അപ്പോൾ ആ ചരിത്രം വളരെ ചുരുക്കി പറയാണ് മഹാനായ മാലിക് ഇമാം റളിയല്ലാഹു അൻഹു അങ്ങനെ പ്രസംഗിച്ച് വലിയ പണ്ഡിതനായി ഹറമിൽ ഇങ്ങനെ ഇമാം നിൽക്കാം അപ്പോൾ
ഹറമിന്റെ കഥ പറഞ്ഞപ്പോ പറഞ്ഞതാണ് ഹറമിൽ ഇങ്ങനെ ഇമാമായിട്ട് ഇങ്ങനെ ഓതാണ്. അപ്പോഴാണ് നാട് വിട്ടുപോയ മാലിക് ഇമാമിന്റെ ബാപ്പ തിരിച്ചു വരുന്നത്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് നാട് വിട്ടതാണ്. അപ്പൊ ഹറമിൽ വന്നുകൊണ്ട് എല്ലാം അങ്ങനെയാണല്ലോ നമ്മള് ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളൊക്കെ ഓർത്താ നല്ല സ്ഥലത്ത് പോയി നമ്മൾ തോപ് ചെയ്യും. അപ്പൊ ഹറമിൽ വന്നുകൊണ്ട് ആ പരിശുദ്ധമായ ഹറമിൽ ഇങ്ങനെ നമസ്കരിക്കാൻ നിൽക്കുമ്പോഴാണ് നല്ല സൗന്ദര്യമുള്ള ഓത്ത് ഇങ്ങനെ കേൾക്കുന്നത്. മാലിക് ഇമാം റളിയല്ലാഹുവിന്റെ പ്രിയപ്പെട്ട വാപ്പ അന്വേഷിച്ചു, റബ്ബേ ആരാണ് റഹ്മാനെ, ആരാണ് റബ്ബേ ഈ ഓതുന്നതാരാണ്? എന്തോ നല്ല മനോഹരമായ ഖുർആൻ പാരായണമാണ്. ആരാണ് റബ്ബേ, ആരാണ് റഹ്മാനെ, ഈ ഖുർആൻ ഓതുന്നത് ആരാണ്? അല്ലാഹ് ഇത്രയും നല്ല ശബ്ദത്തിൽ ഈ ഖുർആൻ ഓതുന്നത് ആരാണ്? മാലിക് ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട ഉപ്പ അന്വേഷിക്കുകയാണ്, ആരാണ് റബ്ബേ, ആരാണ് റബ്ബേ ഈ ഖുർആൻ ഓതുന്നത് ആരാണ്? ആ പ്രിയപ്പെട്ട വാപ്പക്കറിയില്ല ഇത് എന്റെ പൊന്നുമോനാണ് ഖുർആൻ ഓതുന്നതെന്ന് വാപ്പക്കറിയില്ല. അങ്ങനെ അന്വേഷിച്ച് അവസാനം ആ പ്രിയപ്പെട്ട വാപ്പക്ക് മനസ്സിലാവുകയാണ്, ഇത് എന്റെ പൊന്നുമോനാണല്ലോ, അല്ലാഹ് ഇത് എന്റെ പൊന്നുമോനാണല്ലോ, അല്ലാഹുവേ ഇത് എന്റെ പൊന്നുമോനാണല്ലോ, ഇത് എന്റെ തങ്കക്കുടമാണല്ലോ റബ്ബേ. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് നാട് വിട്ടുപോയതാണ്. ഈ പൊന്നുമോനെ പ്രസവിച്ച ഉമ്മ ഈ പൊന്നുമോനെ നല്ലതുപോലെ വളർത്തിയിട്ടുണ്ടല്ലോ അല്ലാഹ്. ആരാണ് പൊന്നുമോനെ നിനക്ക് ഖുർആൻ മനപ്പാഠമാക്കി തന്നത്? ആരാണ് പൊന്നുമോനെ നിനക്ക് പരിശുദ്ധമായ ഖുർആൻ മനപ്പാഠമാക്കി തന്നത്? ആരാ? നിനക്ക് അല്ലാഹുവിന്റെ ദീന് പഠിപ്പിച്ചു തന്നതാരാണ്? നിനക്ക് അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിച്ചു തന്നതാരാണ്? മഹാനായ ഇമാമുന മാലിക് റളിയല്ലാഹു അൻഹു മറുപടി പറയുകയാണ്, ഉമ്മുനാ എന്റെ പ്രിയപ്പെട്ട ഉമ്മയാണ്. ഉമ്മയുടെ പ്രാർത്ഥനയാണ്, ഉമ്മയുടെ പ്രാർത്ഥനയാണ്, ഉമ്മയുടെ പ്രാർത്ഥനയാണ്, ഉമ്മയുടെ പ്രാർത്ഥന മാത്രമാണ്. ഉമ്മയുടെ പ്രാർത്ഥന കൊണ്ട് ഹാഫിളായ മഹാനാണ് ഇമാമുന മാലിക് റളിയല്ലാഹു അൻഹു. ഉമ്മയുടെ പ്രാർത്ഥന കൊണ്ട് ഹറമിലെ ഇമാമാവാ ഭാഗ്യം ലഭിച്ചവരാണ് മാലിക് ഇമാം റളിയല്ലാഹു അൻഹു. അറിവിൻ നിലാവ് കേൾക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അറിവിൻ നിലാവ് കേൾക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മാലിക് ഇമാമിന്റെ ചരിത്രം എന്റെ പൊന്നുമോനെ നിന്റെ മുമ്പിൽ ഞാൻ പറഞ്ഞു തന്നതെന്തിനാ? മാലിക് ഇമാമിന്റെ ചരിത്രം നിന്റെ മുമ്പിലേക്ക് ഞാൻ പറഞ്ഞു തന്നതെന്തിനാ? ഉമ്മയുടെ പ്രാർത്ഥന, ബാപ്പയുടെ പ്രാർത്ഥനയുടെ വില കുറച്ച് കാണിക്കുള്ള ചെറുപ്പക്കാരാ, ഉമ്മയുടെ പ്രാർത്ഥനയെ ഒരിക്കലും വില കുറച്ച് കാണിക്കുള്ള ചെറുപ്പക്കാരാ. ഉമ്മ നിങ്ങളെ പൊന്നുമോ വലിയ ആലിമാവണോ? ഉമ്മ നിങ്ങളെ പൊന്നുമോൻ വലിയ ഹാഫിളാവണോ? ഉമ്മ നിങ്ങളെ പൊന്നുമോ നല്ല വിദ്യാഭ്യാസമുള്ള മോനാവണോ? നിങ്ങളെ പൊന്നുമോൾ അല്ലാഹു സ്വലാഹിയത്തുള്ള ഒരു തങ്കക്കുടമായി റബ്ബ് കബൂലാക്കണോ? നിങ്ങളെ മക്കളെ വിജയത്തിന്റെ പിന്നിലുള്ള രഹസ്യം നിങ്ങളുടെ പ്രാർത്ഥനയാണ്, നിങ്ങളുടെ പ്രാർത്ഥനയാണ്. അതുകൊണ്ട് ഒരിക്കലും മക്കളെ ശാപവാക്ക് പറയല്ല. മക്കള് കുരുത്തക്കേട് കാണിക്കുമ്പോ ശാപവാക്ക് നിങ്ങൾ അവരെ പറഞ്ഞു പോവല്ലേ. മക്കളെ ദേഷ്യം പിടിച്ചിരുന്ന സമയത്ത് മക്കളോട് ചീത്തവാക്ക് പറഞ്ഞു പോവല്ലേ. മക്കളെ തെറിവാക്ക് ഒരിക്കലും അങ്ങ് പറഞ്ഞു പോവല്ലേ. നിങ്ങളുടെ വതരങ്ങളിൽ നിന്ന് വായയിൽ നിന്ന് വീഴുന്ന വാക്കുകളാണ്. ആ വാക്കുകൾക്കനുസരിച്ചാണ് അല്ലാഹു ആ പൊന്നുമക്കളെ സ്വാലിഹീങ്ങളാക്കുന്നതെന്ന് നിലാവിന്റെ കുടുംബങ്ങൾ മനസ്സിന്റെ അകത്ത് കൊണ്ട് നടക്കണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി. ഇൻഷാ അല്ലാഹ് ഞങ്ങളെ ഉമ്മയുടെ ദുആ മാത്രമാണ് ഞങ്ങളെ വിജയം, ഞങ്ങളെ വാപ്പയുടെ ദുആ മാത്രമാണ് ഞങ്ങളെ വിജയം. അല്ലാഹുവേ ഞങ്ങളെ ഉമ്മാക്ക് നീ സ്വർഗം കൊടുക്കണേ റബ്ബേ, ഞങ്ങളെ ഉമ്മാക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാഹ്, ഞങ്ങളെ വാപ്പക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാഹ്, ഞങ്ങളെ വാപ്പക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാഹ്.
സ്വർഗത്തിൽ വാതിൽ തുറക്കാൻ കാരണം പൊന്നുമ്മ സ്വർഗീയവാസം ലഭിക്കാൻ കാരണം എന്നുമ്മ സ്വർഗത്തിൽ വാതിൽ തുറക്കാൻ കാരണം പൊന്നുമ്മ സ്വർഗീയവാസം ലഭിക്കാൻ കാരണം എന്നുമ്മ തീരാത്ത സ്നേഹത്തിൽ വാത്സല്യമാണ് എന്നുമ്മ തോരാത്ത കണ്ണീരിൽ പോറ്റി വളർത്തിയ പൊന്നുമ്മ സ്വർഗത്തിൻ വാതിൽ തുറക്കാൻ കാരണം പൊന്നുമ്മ സ്വർഗീയവാസം ലഭിക്കാൻ കാരണം എന്നുമ്മ യാ റബ്ബി ബിൽ മുസ്തഫ ബല്ലമ ഖാസിദനാ واغفر لنا ما لا يا واسع الكرم സ്വർഗത്തിൻ വാതിൽ തുറക്കാൻ കാരണം പൊന്നുപ്പ സ്വർഗീയവാസം ലഭിക്കാൻ കാരണം എന്നുപ്പ തീരാത്ത സ്നേഹത്തിൽ വാത്സല്യമാണ് പൊന്നുപ്പ തോരാത്ത കണ്ണീരിൽ പോറ്റി വളർത്തിയ പൊന്നുപ്പ അല്ലാഹുവിൻ കാരുണ്യം പൊന്മഴയായി നമ്മിൽ വർഷിക്കാൻ ഉമ്മ ബാപ്പ പുഞ്ചിരി കാണണമെന്നോ സ്നേഹിതരെ അല്ലാഹുവിൻ കാരുണ്യം പൊന്മഴയായി നമ്മിൽ വർഷിക്കാൻ ഉമ്മ ബാപ്പ പുഞ്ചിരി കാണണമെന്നോ സ്നേഹിതരെ മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ على حبيبك خير الخلق كلهم اللهم صل وسلم وبارك عليه